യെസ്, വെൽക്കം ടു ദ അതർ സൈഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വാർ റൂമിലെ അഭിഷേകാണ്. സിറ്റിയാണ് നമ്മുടെ വിഷയം. എനിക്ക് തോന്നുന്നു ഈ വർഷം ഞാൻ ആക്ച്വലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോഡ്കാസ്റ്റ് നമ്മൾ അതർ സൈഡ് ചെയ്തപ്പോഴും ആർസണലിന്റെ ചെയ്തപ്പോഴും ആദ്യം പറഞ്ഞ സെയിം സാധനം റിപ്പീറ്റ് ചെയ്തെന്ന് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഈ സീസൺ എന്ന് പറയുമ്പോൾ ആർസണൽ ആണ് ഒരു സ്റ്റേബിൾ ക്ലബ്ബ്. അതിന് താഴെ പുതിയ കോച്ചുമായിട്ട് 3, 4, 5, 6, 7 പേരുണ്ട്. ഒരു വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ ഒരു എന്താണ് ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം എന്നും ഓർക്കപ്പെടുന്ന ഒരു മാനേജറുടെ ഒരു മോസ്റ്റ് സക്സസ്ഫുൾ ഇറ കഴിഞ്ഞ് പുതിയ ഒരു ഇറയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് മാൻ സിറ്റി ഈ സീസൺ. പെപ് ഗുവാർഡിയോള എന്ന വൻമരം വീണെന്ന് പറയുന്നില്ല, രാജിവെച്ച് അല്ലെങ്കിൽ പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ജോലി അവിടെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. പുള്ളിയുടെ അത്രയും പ്രീമിയർ ലീഗിൽ ഇത്രയും വർഷം നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ്. പുള്ളിയുടെ ശിഷ്യൻ തന്നെയാണ് എൻസോ മെറസ്ക. അഭിഷേക്, എന്താണ് ഫസ്റ്റ് റിയാക്ഷൻസ് ആഫ്റ്റർ ഗുവാർഡിയോള ഇറ മെറസ്ക ഇറയിലേക്ക് വരുമ്പോൾ? ആസ് എ സിറ്റി ഫാൻ, ഹൗ ഡു യു ഫീൽ? ഫീൽസ് വിയർഡ്. പ്രീ സീസൺ ഗെയിംസ് ഒക്കെ കാണുമ്പോൾ അവിടെ സൈഡ് ലൈനിലോട്ട് ക്യാമറ പാൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് സമ്മൺ എൽസ് സ്റ്റാൻഡിങ് ദെയർ. ലൈക്ക് 10 years 11 years ആളുടെ മുഖനെ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഓൺലി സിമിലാരിറ്റി ഹീസ് ബോൾ ടു. സോ അതാണ് ആകെ ഫേസ് കട്ടും എല്ലാം ഏകദേശം സെയിം ആണ് എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. സോ ഫീൽസ് വെരി വിയർഡ്. ഈവൻ ലൈക്ക് പ്രസ് കോൺഫറൻസിലാണെന്നുണ്ടെങ്കിലും ലൈക്ക് ഇറ്റ്സ് നോട്ട് പെപ്പ് എനിമോർ എന്നുള്ള കാര്യം. സോ അതൊന്ന് യൂസ്ഡ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. But yeah, I'm excited because last 2 years, I think especially the season before, atra nalla season aayirunilla. It was very bad. Last season was okay. It wasn't bad, but it wasn't good enough. But yeah, any endayalum new era aana, we have to start fresh with almost everything by the looks of it. So yeah, excited for everything. Kandariya endavo ennallathu. I don't expect like Pep Guardiola levels of performances or anything, but yeah. നമ്മള് ഒരു 2 വർഷം മുന്നേ ഇതിൽ കടന്നുപോയ ആൾക്കാരാണ്. എനിക്ക് സിറ്റി ഫാൻസിനെ കാണുമ്പോൾ നമ്മുടെ ഒരു വേറെ തരം ഒരു റൈവൽറിയും ഒരു അല്ലെ, നമ്മളൊരു 6 വർഷം പരസ്പരം ഇടിച്ചിടിച്ച് നിന്ന 2 ക്ലബ്സ് ആണ്. ആൻഡ് ഐ തിങ്ക് നമ്മൾ ഫുട്ബോള് എത്ര വർഷം കാണാലും ഈ വെങ്കർ, മൊറീനിയോ, ഫെർഗി ഇറ എന്ന് പറയുന്ന പോലെ ക്ലോപ്പ്, ഗുവാർഡിയോള ഇറ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വിൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ആ ഒരു ടൈം, ലൈക്ക് 2 clubs going at it. നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ആസ് എ ഫാൻ മെറസ്ക തന്നെ ആയിരുന്നു? ലൈക്ക് ദിസ് ഇസ് വാട്ട് യു എക്സ്പെക്ടഡ് ഓർ നിങ്ങൾ വേറെ എന്തെങ്കിലും യു ഹാഡ്? കാരണം മെറസ്ക ഈസ് നോട്ട്, എന്താ പറയാ, അത്ര യു നോട്ട്, എന്താ പറയാ, ഗുവാർഡിയോള ലെവൽ അല്ല, അല്ലെങ്കിൽ ഗുവാർഡിയോള ലെവൽ ആരും ഇല്ല, എന്നാലും ഒരു യു ലുക്കിംഗ് അറ്റ് സമ്മൺ ന്യൂ, ആ ഒരു സാധനം. അല്ല, എന്റെ ഫസ്റ്റ് ചോയ്സ് വാസ് നെവർ മറസ്ക. ഞാൻ വിചാരിച്ചത് ഐ തിങ്ക് വി വിൽ എൻഡ് അപ്പ് ഗോയിങ് ഫോർ കമ്പനി എന്നാണ് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് ഹീസ് ഡൂയിങ് വെൽ അറ്റ് ബയൺ. ആൻഡ് ഗിവൻ ആളുടെ ഹിസ്റ്ററിയും സിറ്റി വെച്ചിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് ഇറ്റ് സീംസ് ലൈക്ക് എ പെർഫെക്റ്റ് ഫിറ്റ്. പക്ഷേ അണ്ടർസ്റ്റാൻഡബിൾ ആണ് അവർ എന്തുകൊണ്ടാണ് കമ്പനിക്ക് പോകേണ്ടിരുന്നത്. ബിക്കോസ് വി ഹവ് സീൻ ഇറ്റ് വിത്ത് ചെൽസി ആണോ, ലൈക്ക് അവരുടെ ലാംപാർഡ് വന്നിട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. പിന്നെ അവരുടെ ലെഗസി, ഇറ്റ് ഹേർട്സ് ദെയർ ലെഗസി ആൻഡ് സ്റ്റഫ്. ആൻഡ് ദിസ് ഇസ് എ ഹ്യൂജ് ട്രാൻസിഷൻ ഫോർ ദ ക്ലബ് ആസ് എ ഹോൾ. അപ്പോ മറസ്കയായിട്ട് അവർ പോകുന്നതിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ബിക്കോസ് ആസ് പെർ പ്ലേയിങ് സ്റ്റൈൽസ് ആൻഡ് ഇറ്റ്സ് വെരി സിമിലർ ടു പെപ്പ്. മേ ബി കുറച്ചും കൂടി പ്രാഗ്മാറ്റിക് ആണ്, ബട്ട് ഓവറോൾ ഇറ്റ്സ് സിമിലർ. കമ്പനിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മാസീവ് ഷിഫ്റ്റ് ഇൻ പ്ലേയിങ് സ്റ്റൈൽ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറസ്ക വാസ് ഇൻ മൈ ഫസ്റ്റ് ചോയ്സ്, ബട്ട് ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. പിന്നെ ആളെ എനിക്ക് അങ്ങനെ, ഐ തിങ്ക് വൈഡ് ഒപ്പീനിയൻ ഇസ് ദാറ്റ് ഹി ഈസ് നോട്ട് ദാറ്റ് ഗുഡ് എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഹി ഈസ് നോട്ട് ദാറ്റ് ബാഡ്. ഹി ഡിഡ് ഓക്കെ ലൈക്ക് വിത്ത് ചെൽസി. ലെസ്റ്റർ ആയിട്ട് പിന്നെ ഐ ഡോണ്ട് ടേക്ക് ദാറ്റ്, ലൈക്ക് അത്ര കൺസിഡറേഷനിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ചാമ്പ്യൻഷിപ്പ് ആണ്. പിന്നെ ആൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതാണ് ഹീസ് ബിൻ ഹിയർ ബിഫോർ. സിറ്റിയിൽ അസിസ്റ്റന്റ് കോച്ച് ആയിരുന്നു. ഹി വാസ് ഓൾസോ അക്കാഡമി കോച്ച് ഫോർ 2 years ഐ തിങ്ക്. ഈ പറഞ്ഞ റീക്കോ ലോയിസും അതുപോലെ നോട്ട് ഷുവർ ബാക്കി മെക്കൈഡോനെ കളിപ്പിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ബട്ട് ഹി വാസ് ദെയർ വിത്ത് റീക്കോ ലോയിസ് ആൻഡ് ഓൾ ദീസ് പ്രീവിയസ് ലൈക്ക് പാമറിന്റെ ബാച്ച് ഓഫ് അക്കാഡമി പ്ലേയേഴ്സ്. ഹി വാസ് വിത്ത് ദം. സോ ഹി നോസ് ദ പ്ലേസ് എ ലോട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് is okay, but like I said, it's not my first choice. Surprised ആയിരുന്നു ആദ്യം പേര് കേട്ടപ്പോൾ, but it's understandable when you think about it. അതാണ് മറസ്കേനെ വെച്ചത്. യെസ്. അപ്പോ എനിക്ക് തോന്നുന്നു ക്ലബ്ബ് പക്ഷെ പണ്ടേ ഇയർ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു തോന്നുന്നു അല്ലെ? അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ചെൽസിന്ന് രാജിവെച്ച് വെറുതെ ഇരുന്ന് ഇതിനു വേണ്ടി ഇരിക്കില്ല.
ആസ് എ ഹോൾ ഇപ്പൊ നമ്മള് സീസൺ തുടങ്ങുന്ന മുമ്പ് ഈ സീസൺ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുന്ന മുമ്പ് തുടങ്ങുന്നതിന്റെ പ്രശ്നം അതാണ്. നമുക്ക് സ്ക്വാഡിന്റെ മേക്കപ്പ് തന്നെ അറിയില്ല. ഇപ്പൊ ലിവർപൂളിന്റെ കേസാണെങ്കിൽ നമുക്ക് വൈറ്റ് പ്ലേയേഴ്സ് ഇല്ല. സിറ്റിയുടെ കേസാണ് നോക്കിക്കഴിഞ്ഞാൽ റോഡ്രി ഒരു കാലപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ പോവും എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതിനു പകരം ഈ എൻസോയുടെ സൈനിങ് വെദർ ഇറ്റ് വിൽ ഹാപ്പൻ ഓർ നോട്ട്, ഇപ്പം ഓഡിയൻസിന് വേണ്ടി പറയാണ്, ചെൽസി ഇന്ന് വൈകിട്ട് 5 മണി വരെ അവരുടെ ഡെഡ് ലൈൻ ഇട്ടുണ്ടായിരുന്നു. യു ഹാവ് ടു പേ 120 million, അതിന്റെ പേയ്മെന്റ് എക്സ്ട്രാ. അപ്പൊ അത് കഴിഞ്ഞു. ബുവാദി ഈസ് ലിങ്ക്ഡ്, ബിഗ് ലിങ്ക്സ് 100 million പ്ലസ് ഡീൽ എന്ന് പറയുന്നു. അതും ആയിട്ടില്ല. സോ നമുക്കിപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സ്ക്വാഡിനെ. ബട്ട് ആസ് ഓഫ് നൗ എലിയറ്റ് ആൻഡർസൺ വന്നു, ഒരു യങ് പ്ലെയർ മോങ്ക അല്ലെ, യങ് പ്ലെയർ വന്നു, 17-year-old സംതിങ്. അതേ ഉള്ളൂ തോന്നുന്നു അല്ലെ ഒരു മേജർ സൈനിങ് എന്ന് പറയാനുള്ളത്. അതേ ഉള്ളൂ. ലൈക്ക് എലിയറ്റ് ആൻഡർസൺ ആണ് ഇതുവരെ സൈനിങ് ആയിട്ട് വന്നിട്ടുള്ളൂ. ടോക്സ് ആണ്. ബുവാഡി ഐ തിങ്ക് ബി ഡൺ ലൈക്ക് ഒരു 2 days ഐ തിങ്ക് വിൽ ബി ഡൺ. Maybe tonight ഒക്കെ ഹിയർ വി ഗോ എക്സ്പെക്ട് ചെയ്യാം, ബിക്കോസ് വി ആർ സെല്ലിംഗ് a lot of players. For Reinders പോയി, Savinho I think is getting sold for 100 million euros. So there's that. അപ്പോ I think Buwadi will get done. ബാക്കിയുള്ളത് എൻസോന്റെ കാര്യം അറിയില്ല. എൻസോന്റെ കാര്യം seems very weird. എന്താവുള്ളത്. And Rodri like currently like what second bid reject ചെയ്ത് third bid വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവര് just 10 million കൂട്ടി ഇങ്ങനെ ബിഡ് ചെയ്യാണ്. They are not bidding like ആ വാല്യുവേഷൻ മീറ്റ് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു മിഡിൽ ഗ്രൗണ്ട് പോലും എത്തുന്നില്ല ഫ്രം ബാഴ്സലോണ. ഐ തിങ്ക് ദേ വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് ദ റോഡ്രി പോകും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഓവറോൾ ആസ് എ സ്ക്വാഡ് ലൈക്ക് മിഡ്ഫീൽഡ് കുറച്ച് കൺഫ്യൂഷൻ ആണ് എന്താവും എന്നുള്ളത്. ലൈക്ക് എസ്പെഷ്യലി ഇഫ് റോഡ്രി ലീവ്സ്. ആൻഡർസൺ ഇസ് എ ബ്രില്യൻ സൈനിങ്. ഞാൻ അങ്ങനത്തെ ഒരു പ്ലെയർ വാണ്ടഡ് എ പ്രൊഫൈൽ ലൈക്ക് ദാറ്റ് സിൻസ് ലൈക്ക് ആ ട്രിപ്പിൾ സീസണിന് ശേഷം വി നീഡഡ് എ പ്രൊഫൈൽ ലൈക്ക് ദാറ്റ്. അപ്പോ വി മിസ്ഡ് ഔട്ട് ഓൺ ബെലിംഗം, റൈസ് ആൻഡ് ഓൾസോ ബ്രൂണോ ജി സൈൻ ചെയ്യാൻ നോക്കിയില്ല. നൗ ഹീസ് അറ്റ് ആഴ്സണൽ. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. വി കുഡ് ഹാവ് പെയ്ഡ് 100 million 2 years back to get Bruno, but അതും ചെയ്തില്ല. So finally we have like a all action midfielder in Anderson. So that is pretty good. Someone that's I think probably most important signing ആണ്. And that will be like കണ്ടറിയാം. Like I think he will do well, but under Maresca what does his plans are? കാരണം എനിക്ക് ശരിക്കും I wanted to see Anderson under Pep, but unfortunately അത് നടക്കില്ല. So yeah. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് സ്വരൂപിനും ഗണേഷനും വരാം. അതായത് റോഡ്രി ആൻഡ് ലൂസിംഗ് ബെർണാഡോ സിൽവ ആൻഡ് ഗുവാർഡിയോള ടു മെനി ചേഞ്ചസ് എന്നൊരു ഫീൽ വരുന്നുണ്ടോ? നല്ല ഉണ്ട്. ലൈക്ക് സ്റ്റോൺസ് ടു ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. സ്റ്റോൺസ് ഇറ്റ്സ് എ ബിഗ് ഫിഗർ ഇൻ ദി ഡ്രസ്സിംഗ് റൂം അല്ലേ? കളിച്ചില്ലെങ്കിലും ഒരു സ്റ്റോൺസ് ആണ് ആളുടെ ഐ തിങ്ക് കമ്പയർഡ് ടു ലൈക്ക് ബെർണാഡോ ആൻഡ് റോഡ്രി വാസ് ഹിസ് ഏർലിയസ്റ്റ് സൈനിങ്. ഐ തിങ്ക് സ്റ്റോൺസ് വാസ് ദ സെക്കൻഡ് സൈനിങ് ആഫ്റ്റർ ഗുണ്ടോഗൻ ആള് വന്നതിന്. സോ Stones is gone, Bernardo is his favorite Alaboy. Then if Rodri is gone too, that's probably 3 captains on a bone. That's a very big change, but you have to live with it. Yeah, he players like they won't be there for forever. They won't be there for forever, right? Like and leaving some for Liverpool, for Salaboy, and I think like in a couple of years Van Dijk might leave. So yeah, we have to deal with it. Yeah, well, Haaland is still there. Ruben Dias out and Foden has to be a leader. So yeah, കണ്ടറിയാം. It's a very big hole. So മരസ്കക്ക് ഞാൻ മരസ്കയുടെ ഒരു പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് കണ്ടിരുന്നു. അപ്പോ ആസ് എ ലിവർപൂൾ ഫാൻ എനിക്കത് കേൾക്കുമ്പോൾ ഒരു പുതിയൊരു സ്റ്റേറ്റ്മെന്റ് പോലെ തോന്നി. ലൈക്ക് ഒരു സിറ്റി മാനേജർ എന്താ പറയാ, വി വുഡ് ലൈക്ക് ടു ക്ലോസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അസ് ആൻഡ് ആർസണൽ എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റി മാനേജർ അങ്ങനെ പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല. ലൈക്ക് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് ലെവലില് ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിരുന്നു. അപ്പൊ അവരുടെ വായിന്ന് ഇങ്ങനെ ഒരു ലൈക്ക് വി വുഡ് ലൈക്ക് ടു ക്ലോസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആർസണൽ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ സിറ്റിയുടെ ഒരു മാനേജർ അങ്ങനെ പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല. എസ്പെഷ്യലി ഗോർഡിയോള ഉള്ളപ്പോ ആ ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ എവിടെ നിന്നാണെങ്കിലും ആ ടോപ്പ് 4 കയറി വന്ന് ടൈറ്റിൽ കണ്ടന്റേഴ്സിനെ പുഷ് ചെയ്യുന്ന ടീമാണ് സിറ്റി. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഒരു വിയേർഡ് ഫീലിംഗ് ആയിട്ട് തോന്നി, ഒരു സ്ട്രേഞ്ച് ഫീലിംഗ്. എന്താ സിറ്റിയുടെ മാനേജർ ഇങ്ങനെ പറയുന്നു, ഇത്രയും നല്ല പ്ലേയേഴ്സ് ഒക്കെ വെച്ചിട്ട്. മേ ബി ഈ പ്ലേയേഴ്സ് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ
ഒരു ഇഷ്യൂ കാരണമാവാം. ഹൗ യു ആർ ഫീലിംഗ് അബൌട്ട് ദാറ്റ്? ഞാൻ തന്നെ ഈ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും കണ്ടു കാണും അല്ലേ? അല്ലെ, അത് ഇറ്റ്സ് വിയേർഡ് എന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്സണൽ whatever they are still champions ആണ്. സോ ദേ ഹാവ് എ ചാമ്പ്യൻസ് എക്സ്പീരിയൻസ്. ഇപ്പോൾ സിറ്റിയുടെ സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് റൂബൻ ഡിയാസ്, ഹാലൻഡ് ആൻഡ് ഫോർഡൻ അല്ലാണ്ട്, ഫോർഡൻ, ഡോക്കു ആൻഡ് കോവച്ചിച്ച് അല്ലാണ്ട് അവിടെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ എടുത്ത പ്ലേയേഴ്സ് ഗ്വാർഡിയോൾ ടു, അതല്ലാണ്ട് ബാക്കി എല്ലാതും ന്യൂ ആണ്. none of these players have won the Premier League before. So on top of that, ഇപ്പോൾ റോഡ്രി പോവുകയാണെന്നുണ്ടെങ്കിൽ that's another blow. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാൽ ലൈക്ക് ഇൻ ടേംസ് ഓഫ് ലൈക്ക് ബേസിക്കലി ആ മിഡ്ഫീൽഡിലുള്ള ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ we still have to catch up to Arsenal. അത് ഞങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് ആണ്. We did not rebuild properly after trouble. So yeah, catch up എന്ന് പറഞ്ഞാൽ I think overall squad എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ like in terms of front line we are better. Midfield currently they are better. If Rodri stays we are equally good. Defensively പിന്നെ they are just better than I think almost everyone in the league. So നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരെ വെച്ചത്. So yeah, catch up എന്ന് പറഞ്ഞാൽ it's not അത്ര വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. We can still catch up. Last season തന്നെ we just lost the league to the second game of the season. So yeah, it's not അതിലൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ. അതായത് ഇപ്പോ ഇങ്ങനൊരു മിഡ്ഫീൽഡർ റോഡ്രി പോകുന്ന സ്ഥിതിയാണെന്ന് നമുക്ക് എടുക്കാം. അപ്പോ വേറൊരു മിഡ്ഫീൽഡറിനെ മേടിക്കാനായിട്ട് ലൈക്ക് 100, ഇപ്പൊ ഉള്ള മാർക്കറ്റിൽ എല്ലാവരും 100+ ആണ്. ഓൾറെഡി 100+ മില്യൺ കൊടുത്ത് എലിറ്റ് ആൻഡർസനെ മേടിച്ചിട്ടുണ്ട്. ഏകദേശം നിയർ 100 കൊടുത്ത് ബുവാദിനെ മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പോ മിഡ്ഫീൽഡർ ഷോർട്ടേജ് എന്തായാലും വരും റോഡ്രി പോയി കഴിഞ്ഞാൽ. ബെർണാർഡോ സിൽവ നമ്മള് റൈറ്റ് വിങ് ഫോർവേഡ് ആണെങ്കിലും ഇല്ലെങ്കിൽ RM ആയിട്ട് കളിക്കുകയാണെങ്കിലും ബേസിക്കലി ഒരു ഡീപ് ലൈങ് പ്ലെയർ ആയിട്ടാണ് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സിറ്റിയിൽ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ സമയത്ത് റെയിൻഡേഴ്സും പോയി. അപ്പോ ആകെ ഉള്ളത് നിക്കോ ഗോൺസാലസ് ആണ്. പിന്നെ കൊവാസിച്ചിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊവാസിച്ചിന് സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിക്കോ ഗോൺസാലസ് സെയിൽ ലിസ്റ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? Kova is preferred over Nico എന്നാണ് ഇന്നലത്തെ റിപ്പോർട്ട്. ബട്ട് ഹീസ് നോട്ട് ഇൻ ദ സെയിൽ ലിസ്റ്റ്. ലൈക്ക് നിക്കോനെ സെൽ ചെയ്യാൻ പറ്റില്ല. സോ ഐ തിങ്ക് ഹി വിൽ സ്റ്റേ. നിക്കോ ഈ സീസൺ നിൽക്കും. ഇഫ് ഇറ്റ് ഡസന്റ് വർക്ക് ഔട്ട് ഐ തിങ്ക് ഹി വിൽ മൂവ് ഓൺ നെക്സ്റ്റ് സമ്മർ. എനിക്ക് അതാണ് അറിയണ്ടേ. ലൈക്ക് ഇപ്പൊ മൂപ്പരും പോവാണെങ്കിൽ ഒരു ഷോർട്ടേജ് ആവും. അതായത് സിറ്റി എന്ന് പറയുന്നത് സ്ക്വാഡ് ഡെപ്തിന് വേണ്ടിയുള്ള ഒരു ടീമാണ്, സ്ക്വാഡ് ഡെപ്ത് ഉള്ള ടീമാണ്. അപ്പൊ അവിടെ ഒരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോ ലൈക്ക് നിക്കോനെ ഇപ്പൊ ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ന്യൂലി പ്രൊമോട്ടഡ് ടീംസോ അല്ലെങ്കിൽ ഫുൾഹാം പോലുള്ള ടീംസ് മേടിക്കുകയാണെങ്കിൽ യു മൈറ്റ് നീഡ് എ മിഡ്ഫീൽഡർ, റൈറ്റ്? I think Nico will stay. And ആളെന്നെ പബ്ലിക്കലി വന്ന് പറഞ്ഞു that he is planning to stay the season എന്നുള്ള കാര്യം. So I don't think Nico will leave. പക്ഷെ റൈൻഡേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ I wanted Reinders a lot before we signed him. Like I thought that will work out. I think എല്ലാവരും വിചാരിച്ച കാര്യമാണ് Reinders will work out. പക്ഷെ turns out ആള് like compared to how physical the Premier League is last year, the 2 years ആയിട്ട് ആൾക്ക് അതിന് ഒത്തുപോകാൻ പറ്റുന്നില്ല. സോ ഇറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ദാറ്റ് വി സോൾഡ് ഹിം. പക്ഷെ ഇപ്പൊ ബുവാഡി വരുന്നുണ്ട്. ലൈക്ക് സത്യം പറഞ്ഞാൽ ഐ ഹാവൻ സീൻ മച്ച് ഓഫ് ബുവാഡി അറ്റ് ഓൾ. വേൾഡ് കപ്പിൽ 3 കളി കളിച്ചിട്ട് എന്നല്ലാണ്ട് ഞാൻ ഹാവൻ വാച്ച് ദാറ്റ് ഗൈ പ്ലേ. സോ സീംസ് ലൈക്ക് എ ഗുഡ് പ്ലെയർ. പക്ഷെ ഇപ്പോഴും ഹീസ് 18 years old. സോ ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പെക്ട്. പക്ഷെ ആൻഡേഴ്സൺ is someone that I'm looking forward to watch. ആൻഡേഴ്സൺ ഞാൻ ലാസ്റ്റ് സീസൺ കുറെ ഫോളോ ചെയ്ത പ്ലെയർ ആണ്. ഐ തിങ്ക് probably one of the best midfielders last season in the league in terms of every stat kandappa. So നോക്കാം ലൈക്ക് midfield. I think there will be signings like 2 weeks മുന്നേ club briefing ഉണ്ടായിരുന്നു that whoever leaves the club will be replaced എന്നുള്ള കാര്യത്തിൽ. So if Reinders left he'll be replaced. അത് ആരാവും എന്നുള്ളത് അറിയില്ല. എൻസോ ആയിരിക്കും ഇനി. I don't know if he'll go back for Enzo or if he'll be someone else. for Leverkusenലെ ഇബ്രാഹിം മാസയായിട്ട് ലിങ്ക്സ് വന്നിരുന്നു. I don't know if it's him. Then റോഡ്രി പോവാണെങ്കിൽ റോഡ്രിനെ റീപ്ലേസ് ചെയ്യും എന്ന് പറയുന്നത് ഐ തിങ്ക് ദാറ്റ് ഇസ് ബുവാഡി. ലോങ് ടേം റീപ്ലേസ്മെന്റ് ഇസ് ബുവാഡി. പക്ഷെ അറിയില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഇഫ് റോഡ്രി ഈസ് ഗോയിങ് ഓർ നോട്ട്. അതിലാണ് അല്ല അവിടെയാണ് ശരിക്കും ഈ ട്രാൻസ്ഫർ വിൻഡോയില് ഞാൻ പൊതുവെ കണ്ടൊരു പാറ്റേൺ ആണ്. കാരണം പൊതുവെ ഒരു പ്ലെയറിന്റെയോ 2 പ്ലെയേഴ്സിന്റെയോ ഒരു ഡീല് ഇങ്ങനെ കിടക്കും. പക്ഷെ ഇത്തവണ എല്ലാ ക്ലബിനും ഇങ്ങനെ ഒരു അവസ്ഥയെ നിൽക്കുന്നു. കാരണം ലീഗ് അടുത്ത ആഴ്ച തുടങ്ങും. സത്യം പറഞ്ഞ 22-ാം തീയതി ലീഗ് തുടങ്ങും. 2 ആഴ്ചക്കുള്ളിൽ വിൻഡോ അടയ്ക്കും. ലിവർപൂളിന് വിങ്ങേഴ്സ് ഇല്ല. സിറ്റി ഈസ് തിങ്കിങ് അബൌട്ട് സെല്ലിങ് എ പ്ലെയർ ലൈക്ക് റോഡ്രി. ഈ റോഡ്രി ഡീലൊക്കെ നടക്കേണ്ടിയിരുന്നത് വേൾഡ് കപ്പിന് മുന്നെയോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്തോ ആണെങ്കിൽ
it would have been made sense. Even Enzo, അത് എൻസോന് പോലത്തെ പ്ലെയർ ആണെങ്കിലും ഞാൻ ചെൽസിയുടെ പോയിന്റ് ഓഫ് വ്യൂലും പറയാണ്. അതായത് ഇന്ന് വൈകിട്ട് വെള്ളിയാഴ്ച ഓഗസ്റ്റ് 14 ആണ് യു ആർ ടോക്കിംഗ് അബൌട്ട് സെല്ലിംഗ് എൻസോ ഫെർണാണ്ടസ്. അവരുടെ ക്യാപ്റ്റൻ അല്ലേ? അല്ല, വൈസ് ക്യാപ്റ്റൻ ആണ് റീസ് ജെയിംസ്. 120 million പ്ലെയർ. അപ്പോ ഇത് വേൾഡ് കപ്പ് കാരണമാണോ അതോ എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റ്, ഇപ്പൊ എലിയട്ട് ആൻഡേഴ്സൺ ഡീലും മോർഗൻ റോജേഴ്സ് ഡീലും ഇപ്പൊ ബാർക്കോള ഡീലൊക്കെ 115-120 മില്യണിലൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാ ക്ലബും കൺഫ്യൂസ്ഡ് ആയ ഒരു സിറ്റുവേഷൻ. മാത്യൂസ് ഫെർണാണ്ടസ് 85 മില്യണിൽ പോയി. ഇപ്പൊ സിറ്റിയുടെ കാര്യം എസ്പെഷ്യലി ഇഫ് റോഡ്രി ഇസ് ഗോയിങ്, റോഡ്രി ഇപ്പൊ പോകുന്നത് ഇസ് ലൈക്ക് സലാ ഗോയിങ് ഓൺ August 14 ഫോർ ലിവർപൂൾ, ടു ബി ഓണസ്റ്റ്. കാരണം അത്രയും ഇമ്പാക്ട് ഉള്ള ബാലൻഡിയോർ വിന്നർ, വേൾഡ് കപ്പ് പ്രോബബ്ലി അഗൈൻ ഈ വർഷം ഒന്നുകൂടി ജയിക്കുമായിരിക്കും വേൾഡ് കപ്പ് കൂടുമ്പോൾ. സോ ആ പ്ലെയറിനെ ബുവാദി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക ഒരു പ്രോസ്പെക്ട് വെച്ചിട്ടോ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ തിങ്ക് എൻസോ ഹാസ് ടു ഹാപ്പൻ അല്ലേ? എങ്ങനെ വന്നാലും ഇപ്പൊ ബിഡ് പോയ സ്ഥിതിക്ക്, കച്ചറയായ സ്ഥിതിക്ക് ഇപ്പൊ എങ്ങനെങ്കിലും അത് നടത്തിച്ചെടുക്കണം എന്നുള്ളൊരു പോയിന്റ്. സോറി പേപ്പറടാ. വേറൊരു കാര്യമുണ്ട്. ഇപ്പോ ഡൗട്ടാണ്, മാരസ്കയും നൂനസിനെ റൈറ്റ് ബാക്ക് ആയിട്ട് തന്നെയാണോ കൺസിഡർ ചെയ്തേക്കുന്നത്? അതോ നമുക്ക് ഒരു മിഡ്ഫീൽഡറും കൂടി ഉണ്ട് സിറ്റിക്ക്. അപ്പൊ കഴിഞ്ഞ സീസണിൽ കൂടുതലും ഫുൾ ബാക്ക് ആയിട്ടാണ് കളിച്ചിരുന്നത്. അപ്പോ അയാളെ ഇപ്പൊ നമ്മള് പറഞ്ഞ പേരുകളിലൊന്നും ആ മിഡ്ഫീൽഡറിനെ യൂസ് ചെയ്തില്ല. അല്ലല്ല, ഹീസ് റൈറ്റ് ബാക്ക്. കാരണം ക്ലബിൽ വേറെ റൈറ്റ് ബാക്ക് ഇല്ല. ആൻഡ് ഹീസ് ഡൺ പ്രിറ്റി വെൽ അറ്റ് റൈറ്റ് ബാക്ക് ടു ലൈക്ക് ലാസ്റ്റ് സീസൺ. ഹീസ് ബിൻ വൺ ഓഫ് ബെറ്റർ പ്ലേയേഴ്സ് ലാസ്റ്റ് സീസണും ഒക്കെ. പിന്നെ മിഡ്ഫീൽഡിൽ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ദ കേപ്പബിലിറ്റി ടു പ്ലേ ദർ. സത്യം പറഞ്ഞാൽ ആൾക്ക് ആ ഒരു സ്കാനിങ്ങും ആ ഒരു ഇന്റലിജൻസ്, ഗെയിം ഇന്റലിജൻസ് പുള്ളിക്കില്ല. ഹീസ് എ ഗുഡ് ബോൾ ക്യാരി, ഓൺ ദ ബോൾ ഒക്കെ ആള് നൈസാണ്. ബട്ട് ഹിസ് തിങ് ഇസ് ആൾക്ക് നന്നായി ക്രോസ് ചെയ്യാൻ പറ്റും ആൻഡ് ഹി ക്യാൻ ക്യാരി ദ ബോൾ. സോ ദാറ്റ്സ് പെർഫെക്റ്റ് ഫോർ ഫുൾ ബാക്ക്. ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട്. സോ ഹീസ് ആള് റൈറ്റ് ബാക്ക് തന്നെയായിട്ട് കളിക്കില്ല. ഇറ്റ്സ് റൈറ്റ് ബാക്ക് പ്രൊഫൈൽ. എസ്പെഷ്യലി സിറ്റി സ്റ്റൈലിന് പറ്റിയ ഒരു മിഡ്ഫീൽഡർ അല്ല. മീൻസ് സിറ്റി സ്റ്റൈലിന് പറ്റിയില്ല. ആളുടെ ട്രേറ്റ്സ് റൈറ്റ് ബാക്കിന് പറ്റിയതാണെന്നാണ് പെപ് ഗാർഡിയോള പറഞ്ഞത്. അതുകൊണ്ടാണ് മൂപ്പര് അങ്ങനെ തന്നെ അവിടെ തന്നെ കളിച്ചോണ്ടിരിക്കുന്നത്. ആൾക്ക് ആ ഒരു ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് കമ്പയർ ഹിം ടു ലൈക്ക് റോഡ്രി അല്ലെങ്കിൽ ഈവൻ നിക്കോ ഗോൺസാലസ് ആണെങ്കിൽ അവർക്ക് ഈ സ്കാനിങ് എന്ന് പറഞ്ഞ പരിപാടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ ലൈക്ക് കമ്മിങ് ടു ആൻ ബുവാഡി ഓർ ആൻഡേഴ്സൺ, ദേ ക്യാൻ ഡു ദാറ്റ് വെൽ. ഈ പുള്ളിക്ക് അത് ചെയ്യാനുള്ള ആ ഒരു ഇന്റലിജൻസ് ഇല്ല. ആൻഡ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ലല്ലോ. സോ ആൻഡ് ഹി ഗുഡ് അറ്റ് ലൈക്ക് ബീയിങ് എ ഫുൾ ബാക്ക്, ഈസ് വെരി ഗുഡ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റൈറ്റ് ബാക്കിനെ ഈ സമ്മറിൽ വാങ്ങാത്തത്. Yes, midfield, yes, we discussed. ഇനിയിപ്പം we'll have to see റോഡ്രിന്റെ ഡീലും എൻസോന്റെ ഡീലും. പേഴ്സണലി ഐ ഫീൽ എൻസോ വിൽ ഹാപ്പൻ. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. കാരണം ബുവാദിയും വെച്ച് നടക്കില്ല. ഐ ഡോണ്ട് തിങ്ക് ഇഫ് യു ആർ ലൈക്ക് ഒരു ക്ലബ്ബ് 120 വരെയൊക്കെ പോവാൻ റെഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തന്നെ that they want that player that bad. And അല്ലെങ്കിൽ ഇപ്പൊ ഈ വിൻഡോയിൽ വേറെ സാധനമാണ്, ഓൾട്ടർനേറ്റീവ്സും ഇല്ല. വേറെ ആരാണ് ഈ സമയത്ത് കിട്ടുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി ടോപ്പ് ക്ലബ്സിലെ ഒരു പ്ലെയറും ഈ സമയത്ത് മൂവ് ചെയ്യില്ല. ഫോർവേഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ആസ് യു നോ, ഹാലൻഡ് ഒബ്വിയസ്ലി സ്റ്റാർട്ടർ, നോ ഡൗട്ട്. ഡോക്കു, മാർമോഷ്, ഫോഡൻ. നമുക്ക് ഫോർവേഡായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഫോഡൻ, സെമന്യോ. വാട്ട് യു തിങ്ക്? അതിനകത്ത് ഫോഡനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. കാരണം ഫോഡന്റെ ഒരു ആക്ച്വലി എനിക്ക് പുതിയൊരു ഡീല് വാസ് കൈൻഡ് ഓഫ് സർപ്രൈസിങ്. ഞാൻ വിചാരിച്ചു പുള്ളി പോകും, അല്ലെങ്കിൽ ഒരു ഡിപ്പ് ഇൻ ഫോം ഒരുപാട് വർഷമായി. ലാസ്റ്റ് സീസൺ സ്റ്റാർട്ടിംഗ് ഹി വാസ് ഗുഡ് അഗൈൻ, ദെൻ അഗൈൻ ഹി വെന്റ് മിസ്സിംഗ്. വാട്ട് യു തിങ്ക് ഫോഡൻസ് ന്യൂ ഡീൽ? പുള്ളി ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് കയറ്റേണ്ട പ്ലാൻ ആണോ അതോ? ആളുടെ കാര്യത്തില് ലാസ്റ്റ് സീസൺ ലൈക്ക് ഹാഫ് എ സീസൺ ഹി വാസ് ബ്രോ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഹാഫ് എ സീസൺ ഹി വാസ് റിയലി ഗുഡ്. പിന്നെ സിസ്റ്റംസ് ചേഞ്ച്, ടാക്ടിക്സ് ചേഞ്ച്. പിന്നെ ആൾക്കൊരു റെസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ഹാഫ് എ സീസൺ ഹി വാസ് പ്ലേയിങ് എവറി ഗെയിം. അത് കഴിഞ്ഞിട്ട് പിന്നെ റിതം കിട്ടിയില്ല. ഹി വാസ് പ്രിറ്റി ബാഡ്. പിന്നെ ലാസ്റ്റ് ഐ തിങ്ക് ലാസ്റ്റ് 2 games, ക്രിസ്റ്റൽ പാലസ് ഗെയിം ആൻഡ് ഐ തിങ്ക് ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഗെയിംസ് ഹി വാസ് ഗുഡ്. ബ്രെൻഫോർഡ് ആയിരുന്നു, ഹി വാസ് ഗുഡ്. ബട്ട് ഫോർഡന്റെ കാര്യത്തിൽ ലൈക്ക് we can't afford to sell him. കാരണം if he starts playing well, he's probably the best player in the team. അപ്പൊ അതാണ് ആളെ എടുത്ത് കളിക്കാൻ പറ്റില്ല. So we have to give him a deal because one thing our academy ആണ്, we have to show the loyalty that he is showing to us. അപ്പോ ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇവിടുന്ന് പോവാൻ. ആൻഡ് ആൾ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എന്തൊക്കെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് സോർട്ടഡ്. പ്രീ സീസണിൽ he looked okay.
വലിയ കളിയൊന്നും കണ്ടില്ല. ബട്ട് then again it's pre season. അപ്പോ എവിടെയായിരിക്കും കളിക്കുക? I ഇപ്പം think മരസ്ക I think it'll be in midfield. Forward line, maybe like in certain games he will play in forward line, പക്ഷേ mostly I think he'll play in midfield. ആ ബോക്സ് ക്രാഷർ റോളിലായിരിക്കും, and that's his best position. ബോക്സ് ക്രാഷിംഗ് റോൾ തന്നെയാണ് ആൾക്ക് പറ്റിയത്. Then ഫോർവേഡ് ലൈനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി ഡോക്കു, സെമന്യോ, ഹാലൻഡ് തന്നെയാണ് അവിടെ ഉള്ളൂ. ആരും പിന്നെ ഈ അക്കാഡമിയിൽ ഒരു പയ്യുണ്ട് മക്കൈഡു എന്ന് പറഞ്ഞിട്ട്. Then is മോങ്ക, I don't know how much. ഞാപ്പൻ നിൽക്കുന്നുണ്ടോ ഈ സീസൺ? ഞാപ്പൻ അതോ ലോണിൽ പോവാ? ആരാണ്? മറ്റേ സ്വർ ഞാപ്പൻ കഴിഞ്ഞ സീസൺ മറ്റേ നോർവേന്ന് വന്നില്ലേ? ഭയങ്കര പ്രോസ്പെക്ട് ആണ്. ആർസണൽ കുറെ നോക്കിയിട്ടുണ്ടെന്ന് അവനെ. I think Naipan will go on loan again. ആള് ഫസ്റ്റ് ടീമിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. He's too young for that. Like I don't think he has experience to play there. സെവിന്യോ പോകുന്നു. So probably the linked is Pedro Neto. ഇല്ല, അത് ഐ തിങ്ക് ഷട്ട് ഡൗൺ ആയില്ല. Pedro Neto has an interest in him, പക്ഷേ ചെൽസിയുടെ വാല്യുവേഷൻ മീറ്റ് ചെയ്യില്ല. അവർക്ക് 75 million അതൊക്കെയാണ്. No one's paying that money for Neto. നന്നായെന്ന് തോന്നുന്നുണ്ടോ? അല്ല, പക്ഷേ യു നീഡ് ബാക്കപ്സ് അല്ലേ? എങ്ങനെ വന്നാലും ചെർക്കി ഉണ്ട് ഒബ്വിയസ്ലി. ചെർക്കി, ഫോഡൻ, ഹാലൻ, മാർമൂഷിന്റെ അവസ്ഥ എന്താ? മാർമൂഷ് ഓൾസോ ലിങ്ക് ടു മൂവ് അവേ അല്ലേ? കേൾക്കുന്നുണ്ട്. കാരണം ആൾക്ക് എന്ന് പറഞ്ഞാൽ ഹീസ് എൻ ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് ആൾക്ക് കളിക്കാൻ പറ്റും. പക്ഷെ ആളുടെ ബെസ്റ്റ് പൊസിഷൻ സോഫ സിറ്റിയിൽ കണ്ടതിൽ വെച്ചിട്ട് ബിഹൈൻഡ് ദ സ്ട്രൈക്കർ. എന്തായാലും സ്ട്രൈക്കർ കളിക്കാൻ പോകുന്നില്ല ഹാലൻഡ് ഉള്ളപ്പോൾ. He's behind the striker, he's good. Like ആള് വന്ന സീസണും അത് കഴിഞ്ഞിട്ട് even last season and stuff, he was doing well behind the striker. പക്ഷെ അവിടെ ചെർക്കി, ഫോർഡനും ഉണ്ട്. And let's say എൻസോ ഫെർണാണ്ടസ് എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ he's not going to play anywhere. So ആളെ സെല് ചെയ്യുന്ന തന്നെ എനിക്ക് തോന്നുന്നു. I don't think മറസ്കയ്ക്ക് അത്ര ഇഷ്ടമല്ല പുള്ളിനെ. I think his first touch ഒന്നും ആൾക്ക് അത്ര ഇഷ്ടമല്ല. So I think he'll end up being sold. അവിടെ റീപ്ലേസ്മെന്റ് ആവശ്യമില്ല, ബിക്കോസ് സെമന്യോ ക്യാൻ ഡു എ ജോബ് ആസ് സെന്റർ ഫോർവേഡ് ഇഫ് നീഡഡ്. പിന്നെ ആള് വേഴ്സറ്റൈൽ ആണ്. പക്ഷെ ഓവറോൾ ഈ ഒരു ഫ്രണ്ട് ലൈൻ എടുത്ത് നോക്കിയാൽ ഭയങ്കര വീക്കാണ്. ഫസ്റ്റ് ത്രീ എക്സലന്റ്, വേൾഡ് ക്ലാസ് ആണ്. പക്ഷെ അതിന് അപ്പുറം ഡെപ്ത് ഇല്ല. നമ്മളെപ്പോഴും ഈ ആർസണലിന്റെ ബേസ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ട് പ്ലേയേഴ്സ് ഉണ്ട് ഒരു പൊസിഷനിൽ. ഇപ്പം റൈറ്റ് സൈഡിലാണെങ്കിൽ സാക്ക, മധുവയ്ക്ക്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മാർട്ടിനെല്ലി, ഇപ്പൊ സോലിസ് വന്നു. ക്വാളിറ്റി ഞാൻ നോക്കുന്നില്ല, പക്ഷെ ഗ്യോക്കറേസ്, ഹാവേർഡ്. സോ അത് ആ ഡെപ്ത് സിറ്റിക്ക് കാണുന്നില്ല, ലിവർപൂളിനും ഇല്ല. ഐ ഡോണ്ട് തിങ്ക് യുണൈറ്റഡ് ഓൾസോ ഹാവ് ഇറ്റ്. എന്താണ് ഉണ്ട്, ബട്ട് ഐ തിങ്ക് ഹി വിൽ ഗോ ഓൺ. ആൾക്ക് എന്തോ ലൈക്ക് ഹി വാണ്ട്സ് ടു ഗോ ബാക്ക് ടു അർജന്റീന അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത്. ആളുടെ ഏജന്റ് ഭയങ്കര മോശമാണ്. ആളുടെ ഇൻഫ്ലുവൻസ് ആണ്. ലൈക്ക് City suggested him to go to La Liga on loan last season. പക്ഷെ ആളുടെ ഏജന്റ് അതിന്റെ ഇടയിൽ കയറിയിട്ട് കൺവിൻസ്ഡ് ഹിം ടു ഗോ ടു ലെവർക്യൂസൻ. അവിടെ പോയിട്ട് ആൾക്ക് ഗെയിം ടൈം ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് സീസൺ ഹി വെന്റ് ബാക്ക് ടു ജിറോണ അഗൈൻ. സോ അതൊരു ഹോപ്പ്ലെസ് ഇതായിരുന്നു സംഭവം. സാവിനിയോന് പകരം ആരെങ്കിലും വരുന്ന ചാൻസ് കാണുന്നുണ്ടോ? നെറ്റോ അല്ലാതെ എനി ഓപ്ഷൻസ്, എനി പ്ലെയർ യു ലിങ്ക്? എന്തായാലും അവിടെ വേണ്ട ഒരു പ്ലെയർ വേണം. സവീനിയോ ഇസ് ഗോൺ ഐ തിങ്ക് 85 million pounds എന്നാണ് കേൾക്കുന്നത്. 100 million euros. I don't rate the guy at all. സത്യം പറഞ്ഞാൽ I don't rate സവീനിയോ at all. Like അപ്പൊ ഞാൻ വാർ റൂമിലുള്ള വീഡിയോസ് കണ്ടാലും ലൈക്ക് സവീനിയോ എന്നുള്ള പേര് കേട്ടാലും ഞാൻ വേറെ എന്തെങ്കിലും പറയും. സോ I don't rate this guy at all. പിന്നെ അതിന്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ആള് കാണിച്ച് ഇറ്റ്സ് വെരി ഡിസ്റെസ്പെക്ട്ഫുൾ ടു ദ ക്ലബ് ടു ഫ്രം സവീനിയോ. ലൈക്ക് ആള് ടോട്ടനം ഫാൻസ് ആയിട്ട് DM ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെ ഹി വാസ് ഡൂയിങ് വിയർഡ് ലൈക്ക് ഒരു ചെറിയ ലൈക്ക് ഒരു ടീനേജർ മെന്റാലിറ്റി പരിപാടിയാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് വി സോൾഡ്. പക്ഷേ സത്യമാണ് വി നീഡ് എ റീപ്ലേസ്മെന്റ്. ആരാവുന്ന എനിക്കറിയില്ല. നെറ്റോ അല്ല എന്നാണ് കേൾക്കുന്നത്. സോ വി വോണ്ട് പേ ദാറ്റ് മച്ച് ഫോർ നെറ്റോ. പിന്നെ ഐ തിങ്ക് വേൾഡ് കപ്പിന് മുന്നേ ആയിട്ട് മറ്റേ എവർട്ടന്റെ ഇലിമാൻ ഇൻജായി ആയിട്ടൊരു ആളിപ്പോ സൗദിയിൽ ഓഫർ റിജക്ട് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സോ മേ ബി വി വിൽ ഗോ ഫോർ ഹിം. ഐ ഡോണ്ട് നോ. ഗുഡ് ഓപ്ഷൻ ആണ്. ലൈക്ക് ആസ് എ ബാക്കപ്പ് ആൻഡ് ഓൾ ഇസ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ വേറെ ഒന്നും ഇല്ല മാർക്കറ്റിൽ. ആരെ തൊട്ടാലും 100 million പ്ലസ് ആണ്. സോ ഇല്ല, ശരിക്ക് ഈ പറഞ്ഞ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അപാര വർക്ക് റേറ്റ് ആണ്. സോ ജെമ്മാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറൻസ് സംഭവമാണ്. കാരണം കളിച്ചു കഴിഞ്ഞാൽ അവളുടെ പ്രസൻസ് ഉണ്ടാവും. സെമന്യോനെ പോലെ ഒന്നും ഈ പറഞ്ഞ പോലെ തിരിച്ചു വന്ന് ഡിഫെൻഡ് ചെയ്യാനോ മീൻസ് അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഉള്ളപ്പോ ഇങ്ങനെയുള്ള വിങ്ങേഴ്സ് ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്.
അതാണ് എൻ്റെ അറിയില്ല, ലൈക്ക് ഇത് വേൾഡ് കപ്പിന് മുന്നേയായിട്ട് എന്തോ 2-3 ലിങ്ക്സ് വന്നത് ഫ്രം. അല്ല ഇപ്പൊ കറന്റ്ലി വിങ്ങേഴ്സിനെ ആരും നെറ്റോ അല്ലാണ്ട് വേറെ ആരായിട്ട് ഒരു ലിങ്കും നമ്മള് സോഷ്യൽ മീഡിയയിൽ എവിടെയും കണ്ടില്ല. എവിടെ ഇല്ല വിങ്ങേഴ്സ് ഒന്നും കേൾക്കുന്നില്ല. ഐ തിങ്ക് മറ്റേ എംബായി ആയിട്ട് ലിങ്ക്സ് വന്നിരുന്നു. ദെൻ ലൈക്ക് ലിവർപൂളിന്റെ ലിങ്ക്സ് വരുന്നതിന് മുന്നേ എംബായി ആയിട്ട് സിറ്റിക്ക് ലിങ്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് ലിങ്ക്സ് ഇല്ല എന്ന് കേട്ടു. ബിക്കോസ് വേജ് ഡിമാൻഡ്സ് അവേ ടു മച്ച് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് എന്തൊക്കെ ഹോസ്പിറ്റലും എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയാണല്ലോ ഡിമാൻഡ്സ്. സോ അങ്ങനെയാണ്, അതുകൊണ്ട് അത് പറ്റില്ല എന്നൊക്കെ കേട്ടത്. ഐ ഡോണ്ട് നോ, ദർ വിൽ ബി എ വിങ്ങർ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ദേ വിൽ പോസ്റ്റ്പോൺ ഇറ്റ്. മേ ബി നെക്സ്റ്റ് സമ്മറിലൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഗ്രൂപ്പി ഓർ റയാൻ ഫ്രം ബോൺമത്ത് മൈ ബി അവൈലബിൾ. ഐ ഡോണ്ട് നോ. പക്ഷെ ആളൊക്കെ അവർക്ക് നന്നായി കളിക്കും എന്നുള്ള കാര്യമില്ല. ഒക്കെ 100 million പ്ലസ് ആണ്, എന്ത് നോക്കിയാലും 100 ആണ് ഇപ്പോഴേ. അടുത്ത വിൻഡോ എത്തുമ്പോഴേക്കും എന്താവുന്ന ദൈവത്തിനറിയാം. എന്താണ്, ഇസ് ദർ എനി ചേഞ്ച് ഇൻ ദ വേ മെറസ്ക ഇസ് പ്ലേയിങ്? സിസ്റ്റം വല്ലതും മാറിയോ, അല്ലെങ്കിൽ എനി അങ്ങനെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഞാൻ അധികം മാച്ചസ് കണ്ടിട്ടില്ല പ്രീ സീസൺ. എവിഡന്റ് ആയിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? മോസ്റ്റ് നോട്ടബിൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ വിങ്ങേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി എവിഡന്റ്. ലൈക്ക് ഫസ്റ്റ് തോട്ട് ഒരു മിഡ്ഫീൽഡറിന്റെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് ടേൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ലുക്കിംഗ് സ്ട്രൈറ്റ് ടു ഒരു വിങ്ങർ. അപ്പൊ ആ ഒരു സെമന്യോ ഇസ് ഡൂയിങ് റിയലി വെൽ. പ്രീ സീസണിൽ സെമന്യോ ലൈക്ക് ബൈ ഫാർ ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. അതിൽ ഇസ് ഡൂയിങ് റിയലി വെൽ. അപ്പോ ഡോക്കു പ്രീ സീസണിൽ ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് ഹി വിൽ ഡു വെൽ ടു ഇൻ ദാറ്റ് റോൾ. അപ്പൊ ആ വിങ്ങേഴ്സിനെ നല്ലോണം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈലാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ദെൻ അനദർ തിങ് ഈസ് ലൈക്ക് ഈ ഒരു ബോക്സ് മിഡ്ഫീൽഡ് പരിപാടി കുറെ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് മിഡിലോട്ട് പ്ലെയർ, ലൈക്ക് ഞങ്ങൾ ട്രിപ്പിൾ സീസണിൽ ചെയ്തിരുന്ന സെയിം സംഭവം തന്നെയാണ്. ലൈക്ക് സ്റ്റോൺസ് വന്നിരുന്നു, അങ്ങനെ ഇൻവേർട്ട് ചെയ്തിട്ട് സെയിം തിങ്. ഐ തിങ്ക് ഹി വിൽ യൂസ് നിക്കോ റൈലി ഫോർ ദാറ്റ്. ആൾ പെർഫെക്റ്റ് ആണ് ആ കാര്യത്തിന്. അതാണ് വേറൊരു നോട്ടബിൾ ആയിട്ടുള്ള ടാക്ടിക്കൽ ചേഞ്ച് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള പാറ്റേൺസ് ഓഫ് പ്ലേ ആൻഡ് എവറിത്തിങ് ഇസ് ഓഫ്ലി സിമിലർ ടു പെപ്പ്. പക്ഷേ ഈ ഒരു വിങ്ങിലോട്ടുള്ള സംഭവമാണ് ആദ്യം 2017 കൈൻഡ് ഓഫ് സിറ്റി സാനെ സ്റ്റെർലിംഗ് ഒക്കെ വെച്ച് ചെയ്തിരുന്ന പോലെ വിങ്ങോട്ട് കുറെ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി വെരി ഗുഡ് ടു സീ. കാരണം ഐ തിങ്ക് ലാസ്റ്റ് ഒരു 4 years ആയിട്ട് സിറ്റിയിൽ കാണാത്തൊരു കാര്യമാണ്. വന്നിട്ടും ആദ്യം കുറച്ച് വീക്ക് കളിച്ചെങ്കിൽ പിന്നെ ഫോർവേഡ് കളിക്കാൻ തുടങ്ങി, നാരോ ആയി. യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും മെയിൻ പ്ലെയർ സ്ട്രൈക്കർ ഹാലൻഡിനെ ഇതുവരെ പ്രീ സീസണിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് ഫിറ്റ്നസ് പ്രീ സീസൺ ആ രീതിയിൽ ജസ്റ്റ് ടാക്ടിക്കൽ ചെറുതായിട്ടൊക്കെ കൊണ്ടുവരുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം മെയിൻ പ്ലെയർ ഇല്ലാണ്ട് നമുക്കൊരു മീൻസ് ബിൽഡപ്പ് എല്ലാം ഫോർമേഷനോ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോ ഈ ഒരു വിങ് പ്ലേ ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എല്ലാ പ്ലേയേഴ്സും സംസാരിക്കുന്നുണ്ട്. മറസ്ക മൾട്ടിപ്പിൾ ടൈംസ് വന്ന് പറയുന്നുണ്ട് വി ഹാവ് ടു യൂസ് ദ വിങ്ങേഴ്സ് അലോട്ട് എന്ന്. സെമന്യോ പബ്ലിക്ലി എന്ന് പറഞ്ഞിരുന്നു. ഡോക്കു ടു. ലൈക്ക് അവര് ഫോക്കസ് ചെയ്യുന്ന വിങ് പ്ലേ ഈസ് ഗോയിങ് ടു സ്റ്റേ. മറ്റേ ഇൻവേർട്ടിംഗ് സംഭവത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല. എസ്പെഷ്യലി ഇത്ര മിഡ്ഫീൽഡേഴ്സിനൊക്കെ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടിംഗ് ഡസൻ മേക്ക് ദാറ്റ് മച്ച് സെൻസ്. ഇവരെയൊക്കെ എവിടെ കൊണ്ടേ കളിപ്പിക്കുന്നത്? ലൈക്ക് യു ക്യാൻ ഓൺലി യൂസ് 3 midfielders and if one is inverting. So ഹാലൻഡിന്റെ റോള് കഴിഞ്ഞ സീസൺ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ട പണ്ട് ഗോള് മാത്രം അടിക്കുന്ന ഹാലൻഡ് അല്ല കഴിഞ്ഞ സീസണിൽ എസ്പെഷ്യലി കണ്ടത്. ഹി വാസ് ഡ്രോപ്പിംഗ്. നമ്മുടെ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നു, ഒരു ഹാരി കെയ്ൻ ആയി മാറുന്നുണ്ടായിരുന്നു. ഹി വാസ് കമ്മിങ് ഡ്രോപ്പിംഗ് ഡീപ്പർ ആൻഡ് ഡീപ്പർ. അത് ഗോൾ റിട്ടേൺസ് കുറച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഈ വിങ് പ്ലേ വരുമ്പോ ഹാലൻഡിന്റെ എത്രത്തോളം ബോക്സ് മിഡ്ഫീൽഡും വരുമ്പോ പുള്ളി വീണ്ടും പഴയ പോലെ ഒരു പ്രോപ്പർ ടാർഗറ്റ് മാൻ അല്ലെങ്കിൽ ഗൺ സ്ട്രൈക്കർ എന്ന രീതിയിലൊക്കെ മാറും തോന്നുന്നു. അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ലാസ്റ്റ് 2 seasons ആ ഫസ്റ്റ് സീസൺ അല്ലാണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സീസൺസ് അല്ലാതെ ഞങ്ങള് ഹാലൻഡിനെ അത്ര പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് സ്റ്റിൽ ഈസ് ബീങ് സ്കോറിംഗ് ഗോൾസ്. അതാണ് ദാറ്റ്സ് എ കോമഡി. സ്റ്റിൽ സ്കോറിംഗ്. സോ ഐ തിങ്ക് ലാസ്റ്റ് സീസൺ 55 goals എന്തുണ്ടായിരുന്നു ഓവറോൾ ക്ലബ് ആൻഡ് കൺട്രി എന്തൊക്കെ. സോ ക്ലബ് ഐ തിങ്ക്. സോ whatever എന്താണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദീസ് വിങ് പ്ലേ, പിന്നെ കുറെ ആർട്ടിഫിഷ്യൽ ട്രാൻസിഷൻസ് ഒക്കെ കുറെ ചെയ്യുന്നുണ്ട്. ലൈക്ക് വി ആർ ഫോഴ്സിങ് ദം ടു ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ട്രാൻസിഷൻ. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണത്. ബട്ട് ലാസ്റ്റ് സീസൺ പെപ്പും കുറച്ചൊക്കെ ചെയ്തിരുന്നു. ഐ തിങ്ക് ബോൺമത്ത് ഗെയിമിൽ, ഐ തിങ്ക് യുണൈറ്റഡ് ആയിട്ടുള്ള 3-0 സിറ്റി ജയിച്ച ഗെയിമിൽ അതിലൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ട്രാൻസിഷൻസ് കുറെ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഗുഡ് ഫോർ ഹാലൻഡ്. ലൈക്ക് ഇൻ ബിഹൈൻഡ് ഓടുന്ന കാര്യങ്ങൾ. പിന്നെ ആൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദാറ്റ്സ് സംതിങ് ദാറ്റ് ഹി ഹാഡ് ടു ഡു. ഹാരി കെയ്ൻ ലെവൽസിലോട്ടൊന്നും എത്തില്ല. ഹീസ് നോട്ട് ടെക്നിക്കലി ദാറ്റ് ഗുഡ്. പക്ഷേ ആളുടെ ആ ഫിസിക്കൽ അബിലിറ്റി യൂസ് ചെയ്തിട്ട് ഹി ക്യാൻ ഡിഫെൻഡ് അല്ലോ. അത് ആ പുള്ളി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്. സോ ഇതാണ് ഫോർവേഡ് ലൈൻ.
ശരിക്കും ഇനിയിപ്പോ മെരസ്ക മറ്റേ അക്കാദമി കോച്ചായിരുന്ന സമയത്തൊക്കെ ഫോർഡൻ അക്കാദമിയിൽ ഉണ്ടായിരുന്നില്ലേ? ഫോർഡൻ അല്ല ഇല്ല, അസിസ്റ്റന്റ് ആയിരുന്നപ്പോഴാ, മീൻസ് സീനിയർ ടീമിലാണല്ലേ? Foden got promoted very early, like 2007 Yes, 17 season he was in the team. Palmer സീനിയർ ടീമില് അസിസ്റ്റന്റ് ആയിരുന്ന സമയത്ത് Palmer, Lavia, ഈ മോഗൻ റോജേഴ്സ് ഒക്കെ മറസ്കന്റെ ബാച്ച് ആഫ്റ്റർ 4. എനിക്ക് അതാണ് തോന്നുന്നു, ലൈക്ക് സിറ്റി ഓണേഴ്സ് ഇൻവെസ്റ്റഡ് റിയലി ഹെവിലി ഇൻ ദ അക്കാഡമി. സോ മരസ്ക മേക്ക് സെൻസ് ദാറ്റ് വേ. പുള്ളിക്ക് ആ സ്ട്രക്ചർ അറിയാം, ആ ഫ്ലോ പ്ലേയേഴ്സ്, ഹു ആർ ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്ലേയേഴ്സ് കമ്മിങ് ഇൻ, അതറിയാം. എനി പ്ലെയർ യു എക്സ്പെക്ടിങ് അങ്ങനെ ഒരു അക്കാഡമി പ്ലെയർ ടു കം അപ്പ്? ഐ എം നോട്ട് ആസ്കിങ് ഫോർഡൻ ലെവൽസ് അല്ല, പക്ഷെ സ്ക്വാഡിലേക്ക് വരാൻ ഉള്ള. അത് റയൻ മക്കേഡു വേണ്ട പ്ലെയർ ഉണ്ട്. ഈസ് ഡൂയിങ് റിയലി വെൽ. പ്രീ സീസണിൽ പുള്ളി നന്നായി കളിച്ചിരുന്നു. ഫസ്റ്റ് ഗെയിം കളിച്ചു, പിന്നെ ഷോൾഡറിന് എന്ത് ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിട്ട് ആൾ കളിച്ചില്ല. ബട്ട് ഈസ് നല്ല ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ് ഈ മക്കേഡ്. ആള് ലൈക്ക് ഹിസ് ഗെയിം സ്റ്റൈൽ ഇസ് വെരി സിമിലർ ടു സാക്ക എന്ന് പറഞ്ഞാൽ സാക്കന്റെ ലെവൽസിലാണ് എന്നല്ല പറയുന്നത്. ബട്ട് ഹി പ്ലേസ് വെരി സിമിലർ ടു സാക്ക, ബോഡി മൂവ്മെന്റ്സും എല്ലാം. സോ ആസ് എ പ്ലെയർ ഐ തിങ്ക് ഞങ്ങൾ ചെൽസി അക്കാഡമിന്ന് 2 years മുന്നേ സൈൻ ചെയ്ത പ്ലെയർ ആണ് ആൾ. ഈസ് ഡൂയിങ് റിയലി വെൽ. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ വിംഗർ ഡെപ്ത് ഇല്ലാത്തത് കൊണ്ട് he is going to get a lot of minutes. പിന്നെ ക്ലബ്ബ് ആളുടെ പേര് കുറെ പുഷ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റിയോ എങ്കുമോ ഉണ്ടല്ലോ, ആളുടെ പേര് ഈ ഫോർ എക്സാമ്പിൾ ഒരു അവേ കിറ്റ് ലോഞ്ച് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫേസ് ആയിട്ട് യങ് പ്ലേയേഴ്സിനെ വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യില്ല. സോ ദ ക്ലബ് ഇസ് പുഷിങ് ഹിസ് നെയിം അലോട്ട്. അപ്പോൾ അതേപോലെ മക്കേഡോവിന്റെ പേര് ഇങ്ങനെ ലൈക്ക് ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ലൈക്ക് ഐ തിങ്ക് ഞങ്ങൾക്ക് എപ്പോഴും ആഫ്റ്റർ ദ സീസൺ ഒരു അനാലിസിസ് ഉണ്ടാവും ഫ്രം ദ ചെയർമാൻ കൽദൂൺ അൽ മുബാറക്. എല്ലാ സീസണിലും ലാസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ പുള്ളി പറയുന്നുണ്ട് ലൈക്ക് മക്കേഡോ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി എക്സൈറ്റിംഗ് ടാലന്റ് ആണ് എന്നൊക്കെ. സോ ദേ പുഷിങ് ഹിം അലോട്ട്. അപ്പൊ ആൾക്ക് അത്യാവശ്യം നല്ല മിനിറ്റ്സ് ഈ സീസൺ കിട്ടും. ഇറ്റ്സ് വോണ്ട് ടു വാച്ച് മക്കേഡോ. പിന്നെ ഈ മോങ്കയുടെ കാര്യം എനിക്ക് അറിയില്ല. ലൈക്ക് ഐ തിങ്ക് മറസ്ക നോസ് ഹിം ഫ്രം ലെസ്റ്റർ, പക്ഷെ എനിക്കറിയില്ല. ഇറ്റ്സ് വെരി യങ്, 16 ആണ്. മക്കേഡോ ഈസ് അറ്റ്ലീസ്റ്റ് 18 ആണ്. പക്ഷെ മോങ്ക 16. ഹി ലുക്ക് ഗുഡ് അഗെയിൻസ്റ്റ് കെ ലീഗ് ഓൾ സ്റ്റാർസ് ടീമായിട്ട് കളിച്ചപ്പോൾ ഈ ലുക്ക് ഗുഡ്. ബട്ട് കണ്ടറിയാം, ദാറ്റ്സ് സംവൺ ഹു ഐ ആം ലുക്കിംഗ് ഫോർ. മക്കേഡു പിന്നെ ഒരു നമ്മുടെ ഹെസ്കി ഉണ്ടല്ലോ, ഹെസ്കിന്റെ മക്കളുണ്ട് 2 പേര്, റീഗൻ ആൻഡ് ജേഡൻ ഹെസ്കി. റീഗൻ ഹെസ്കി ഈസ് റിയലി ഗുഡ്. അപ്പൊ ആൾക്ക് ഇടയ്ക്കൊക്കെ ചാൻസ് കിട്ടിയ ഈ 2 പേര്. നമ്മള് മിഡ്ഫീൽഡ് പറഞ്ഞു, ഫോർവേഡ് ലൈൻ പറഞ്ഞു. ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ആസ് യു സെഡ് ജോൺ സ്റ്റോൺസ് ആണ് ബിഗ്ഗസ്റ്റ് ലോസ് ഇൻ ടേംസ് ഓഫ് സ്റ്റാച്ചർ ഓഫ് ദി പ്ലെയർ. പിന്നെ ഗ്വാർഡിയോളിന് ന്യൂ കോൺട്രാക്ട് കൊടുത്തു. സോ ഹി ഈസ് ഗോണ ബി വൺ ഓഫ് ദം ലോങ് ടേം. വിക്ടർ റീസ് നിൽക്കാൻ പോവാന്ന് പറഞ്ഞു എൻസോ ഇന്ന് അല്ലേ, സ്റ്റേയിങ് ക്ലബ്. സോ ദാറ്റ് ഈസ് അനദർ പോസിറ്റീവ്. മാർക്ക് ഗേഹി, റൂബൻ ഡിയാസ്, ഐറ്റ്നൂറി, നിക്കോ റൈലി. സോ ഡിഫൻസ് ഇസ് കൈൻഡ് ഓഫ് സോർട്ടഡ് അഗൈൻ. അവിടെ റിക്കോ ലൂയിസും ഉണ്ട്. പക്ഷെ ഡെപ്ത് ആണല്ലേ, ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് റൂബൻ ഡിയാസിന് ഇഞ്ചറി റെക്കോർഡും വെച്ച് നോക്കുമ്പോൾ ഗ്വാർഡിയോള ആൻഡ് ഗേഹി ആയിരിക്കും സ്റ്റാർട്ടിങ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ടു സ്റ്റാർട്ട് ഗ്വാർഡിയോള ആൻഡ് കുസനോ. പക്ഷേ I think he will start. Diaz start ചെയ്യുന്ന എനിക്ക് ക്യാപ്റ്റൻ. സോ ഡിയാസ്, കുസനോ, ഐ തിങ്ക് കുസനോ will be on the right side maybe. 3 at the back ആവുമ്പോൾ maybe കുസനോ will come in the right side, Guardiola on the left, middle Ruben Diaz, then Guehi. കുറെ ഗെയിംസ് ഉണ്ടല്ലോ. സോ ഇതവേ ഒരു ക്ലബിൽ കളിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും, ഫുൾ ഗെയിംസ് കളിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. സോ എവ്രി വൺ വിൽ പ്ലേ. ഹെയ്സ് നിൽക്കുന്നത് വലിയൊരു കാര്യമാണ്. വിക്ടർ ഹെയ്സ് നിൽക്കുന്നത് he's been really good. ജിറോണയിലൊക്കെ നന്നായി കളിച്ചിരുന്ന പുള്ളി. He looks like ഒരു സ്റ്റോൺസ് ക്ലോൺ പോലെ ഉണ്ട് കളിക്കുന്നത്. ഗേഹി ഹാപ്പി ആണോ നിങ്ങൾ? നമ്മൾ യുണൈറ്റഡ് ലിവർപൂൾ ഒരുപാട് ലിങ്ക് ബിഡ് ഒക്കെ ചെയ്ത് കുറെ ഉണ്ടായിരുന്നു. ആർ യു ഓക്കേ വിത്ത് എസ്പെഷ്യലി ഇൻ ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് ഓർ ലൈക്ക് യു നോ ഡ്രീം ഗെയിംസ് വരുമ്പോൾ? അത് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഗെയിമിൽ പുള്ളിനെ ശരിക്കും എന്താ പറയുക ഇംപാരസ് ചെയ്ത് വിട്ടിരുന്നു വാൽവേർഡെ. ബട്ട് ഓവറോൾ ഐ ആം വെരി ഹാപ്പി. ആളുടെ സൈനിങ് ആൻഡ് ഓൾസോ സെമന്യൂ സൈനിങ്സ് ഇല്ലെങ്കിൽ വി വോണ്ട് ചാലഞ്ച് ഫോർ ദ ലീഗ് ടൈറ്റിൽ ലാസ്റ്റ് സീസൺ. സോ he's been really solid. ആ കുസനോ ഗുഹി പാർട്ണർഷിപ്പ് has been phenomenal, especially എന്താ ലൈക്ക് FA കപ്പിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് whenever he played he's been phenomenal. ആ ഒരു എവർട്ടൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് പുള്ളിയുടെ ഒരു റെഡ് മാർക്ക് ആയിട്ടുള്ളത്. He just passed it directly to their player. അപ്പോൾ അതല്ലാണ്ട് ബാക്കി എല്ലാവരിലും ഗുഹി has been really solid. Even goal scoring wise and ball carrying, passing, എല്ലാത്തിലും chance creation even. So yeah, overall Guehi I'm very happy with him.
കുസ്നോവിന്റെ കേസാണ് ശരിക്ക് പേസ് നല്ലോണം ഉണ്ട് ആൾക്ക്, റിക്കവറി പേസ് നല്ല. ഐ തിങ്ക് സിറ്റിയില് ഇപ്പോഴുള്ള സെന്റർ ബാക്സിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് സീലിംഗ് ഉള്ളത് പുള്ളിക്കാണ്. ടു ബിക്കം എ വെരി ഗുഡ്. വെരി യങ്, നോ 22 Yeah, 21-22. നല്ല പേസിയാണ് അയാള്, റിക്കവറി പേസ് ഭയങ്കരമാണ് അയാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിക്ക് അടുത്ത കുറച്ച് കാലത്തേക്ക് നല്ലൊരു ബാക്ക് എൻഷുർ ചെയ്യണ ലീഡർഷിപ്പ് ക്വാളിറ്റിയില്. ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഉണ്ട് എന്ന് തോന്നുന്നു. കുറച്ച് ഷൈ ആണ് കാരണം ആൾക്ക് ലാംഗ്വേജ് അറിയില്ല. ഓവറോൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് സീസണിന് മുമ്പ് വരെ സിറ്റിക്ക് ഒരു കിടിലം ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഫ്ലോ ഓഫ് ടാലന്റ്. ലൈക്ക് യു യൂസ്ഡ് ടു സൈൻ പ്ലേയേഴ്സ് മച്ച് ഇൻ അഡ്വാൻസ്. ഒരു ട്രാൻസ്ഫേഴ്സിന് തന്നെ ഒരു ബാക്കപ്പ് പ്ലെയർ വരും, അയാൾ പെർമനന്റ് ആവും അങ്ങനെ. പക്ഷെ ഒരു ലാസ്റ്റ് 2 years ആയിട്ട് എന്തോ ഒരു സംതിങ് ഹസ് ചേഞ്ച്ഡ്. ലൈക്ക് അതെന്താണത് മാറ്റം? നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അത് അറിയുന്നുണ്ട്. ബാക്ക്റൂം സ്റ്റാഫിലെ മാറ്റമാണോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ലെവലിലുള്ള മാറ്റമാണോ? വാട്ട് ഹാസ് ചേഞ്ച്ഡ്? The thing is, Cheeky ആയിരുന്നു സ്പോർട്ടിംഗ് ഡയറക്ടർ, Cheeky Begiristan ആയിരുന്നു. And he was supposed to leave before the treble season. ആ 2022 സീസണിന് ശേഷം he was supposed to leave. Basically he was pretty old, 70 plus ആളുടെ ഏജ്. So he was supposed to leave. പിന്നെ ആളുടെ കുറെ മിസ്റ്റേക്സ് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു മേജർ മിസ്റ്റേക്ക് ആള് ചെയ്തത്, we had the chance to sign João Neves from Benfica for 100 million. Basically Bernardo Silva, Ruben Dias രണ്ടുപേരും കൺവിൻസ് ചെയ്തിട്ട് he was completely down to coming to City. ആൾ എന്തോ ബോയ്ഹുഡ് സിറ്റി ഫാൻ ആയിരിക്കില്ല, പക്ഷെ he was ആളുടെ ഐഡൽ എന്തോ ഡിബ്രോയിൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. So he was very happy to come to City and we did not go for him, saying he's too short എന്ന് പറഞ്ഞിട്ട് ആളെ സൈൻ ചെയ്തത്. That's a dumb mistake that we did. അത് കഴിഞ്ഞിട്ട് Bellingham thing. Bellingham, he clearly wanted Madrid. പിന്നെ അത് ആളുടെ പിന്നാലെ കുറെ പോയി. We never got him. So that's another mistake. So രണ്ട് midfielders അവിടെ പോയി. ഈ all action midfielders is gone there. Then another one is Rice. Declan Rice നേരെ ബിഡ് ചെയ്തില്ല. He went to Arsenal. പിന്നെ another one is this Bruno G ഞാൻ പറഞ്ഞത്. So അങ്ങനെ കുറെ mistakes ഉണ്ട്. We did not replace these players. We completely ignored the midfield. Rodri ഒറ്റയ്ക്കായിരുന്നു അവിടെ കളിക്കുന്നത്. ബേസിക്കലി അവിടെ കോവച്ചിച്ച് ആണ് ആകെ വന്നത്. ടു ആൻ എക്സ്റ്റെന്റ് ഹീസ് ഡൺ വെൽ. ആ 1 സീസണൊക്കെ ആൾ നന്നായി ചെയ്തിരുന്നു. പക്ഷെ ആള് ഇഞ്ചറി പ്രോൺ ആണ്. ഈസ് ടു ഓൾഡ് ഫോർ ദിസ്. പിന്നെ ഗുണ്ടുവാനെ തിരിച്ചു കൊണ്ടുവന്നു. സോ there was a lot of mistakes from Cheeky side. ഒലീസനെ സൈൻ ചെയ്തില്ല. 55 million. He was right there to replace Mahrez. He did not replace him. But Cheekyന്റെ ഭാഗത്ത് there was a lot of mistakes that cost us. Like ആ ഒരു ട്രബിൾ സീസണിന് ശേഷം the only incoming was Guardiola കോച്ച് മാത്രമാണ് ആ സീസണിൽ ഞങ്ങൾ വാങ്ങിയുള്ളൂ. Then the season after that, ആ സമ്മറിൽ ജസ്റ്റ് സവീനിയോനെ മാത്രമാണ് ആ സമ്മറിൽ വാങ്ങിയത്, which was a very naive thing to do. And എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. We won the title, almost won the title because of Rodri and Foden. അപ്പോ that's the mistake. പിന്നെ വിയാന വന്നിട്ട് he's fixed a lot. ആളിപ്പോ കുസ്നോവിനെ ആളുടെ സൈനിങ് ആണ്. കുസ്നോവ്, ഹെയ്സ്, then ഷെർക്കി, ഗോയ്ഹി, ഇതൊക്കെ ആളുടെ സൈനിങ്സ് ആണ്. നിക്കോ ഗൊൺസാലസ് was a cheeky signing. മാമോഷ് was a cheeky signing. അപ്പൊ ഈ പാറ്റേൺ മനസ്സിലാവുന്നല്ലോ. ഇപ്പൊ നിക്കോ ഗൊൺസാലസ് നമ്മൾ പറഞ്ഞു he might not work out. മാമോഷിന്റെ കാര്യത്തിൽ he's not working out. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ്. ചീക്കിന്റെ സൈനിങ്സ് ടുവേർഡ്സ് ദി എൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് ഡിറ്റീരിയേറ്റ് ചെയ്തു. ആളുടെ ക്വാളിറ്റി കുറഞ്ഞു വന്നു. അതാണ് എഫക്ട് ചെയ്യുക. അതാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു. ഈവൻ ലാസ്റ്റ് സീസൺ ഈ ട്രാഫോർഡിന്റെ കേസ് ആളെ സൈൻ ചെയ്തു, ഇപ്പോ കൊടുക്കുകയും ചെയ്തു. മീൻസ് അത് ആ ഡീലൊക്കെ ഒന്നും മനസ്സിലാവാത്ത ചില ഡീൽസ്. കാരണം അത്ര അത്യാവശ്യമായിട്ട് വാങ്ങിയ പ്ലെയറാ. അല്ല, എനിക്ക് തോന്നുന്നു ട്രാഫോർഡ് വാസ് നമ്പർ 1. പിന്നെ ഡൊണറുമ ഓപ്പർച്യൂണിറ്റി വന്നപ്പോ ഡൊണറുമ മേടിച്ചു, ട്രാഫോർഡ് ഒരു കൊല്ലം പോയി. Trafford was brought to become number 1 like club. ആളുടെ ഇതിലും എല്ലാരിലും ലൈക്ക് he finally ആള് ബോയ്ഹുഡ് സിറ്റി ഫാൻ ആണ്, അക്കാഡമി എന്ന് വന്നതാണ്. and he wanted to play for City എന്നാണ് ആളുടെ biggest dream. അതാണ് നമുക്ക് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. just when he came in, I think they realized like Trafford is a very good keeper. Like he is going to do very well in Leeds. Probably England's number 1 for a long time coming. So അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രാഫോർഡ് ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ്. പിന്നെ ഡോണറൂമ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ വരുമ്പോൾ എസ്പെഷ്യലി ട്രാഫോർഡിന് ആ ടൈമിൽ ആള് അൺനോൺ ക്വാണ്ടിറ്റി ആയിരുന്നു. വി കുഡന്റ് ഗോ ടു ദ സീസൺ തിങ്കിങ് ഓക്കെ ട്രാഫോർഡ് ഇസ് ഇനഫ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. സോ ഡോണറൂമ എസ്പെഷ്യലി വി ഗോട്ട് ഇൻ ഫോർ ലൈക്ക് 30 million or something, 35 million euros എന്താണ് കിട്ടിയത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ദേ സൈൻഡ്. പിന്നെ അത് ഭയങ്കര പോളറൈസിംഗ് ആണ് ഡോണറൂമ. ഐ തിങ്ക്
70% of the fan base doesn't like Donnarumma in goal കാരണം ആൾക്ക് ഫീറ്റിൽ ആൾക്ക് കളി ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി ഐ ഡോണ്ട് മൈൻഡ് ഹിം ദാറ്റ് മച്ച് കാരണം ഇപ്പോൾ PSG won their Champions League with him in goal. Like you can still പറ്റും, and he's a very good shot stopper. So അതൊക്കെ വെച്ചിട്ട് Donnarumma is fine. പിന്നെ ട്രാഫോണിന്റെ കാര്യത്തിൽ ഈ ലീസിലോട്ട് പോയിട്ടുണ്ട്, പിന്നെ അവിടെ മാച്ചിങ് റൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് അറ്റ് ഓൾ ക്ലബ് ബിഡ്സ് ഫോർ ഹിം, അത് ഫസ്റ്റ് പ്രയോറിറ്റി സിറ്റിക്ക് കിട്ടും, ദാറ്റ് വി ക്യാൻ കൗണ്ടർ ദ ബിഡ്. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. സോ ഇഫ് അറ്റ് ഓൾ വി നീഡ് ഹിം വി ക്യാൻ ബ്രിങ് ഹിം ബാക്ക്. അങ്ങനെയുള്ളത് ഇതിലാണ് സൈക്കിൾ. നമ്മൾ ഈ ഫുൾ ബാക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ മറ്റേ നിക്കോ റൈലി ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ ലെഫ്റ്റ് ബാക്ക് ആയിട്ട്? ഐ തിങ്ക് മറസ്ക സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് പുള്ളിക്കാണ്. ഇൻവേർട്ടഡ് സംഭവം ലാസ്റ്റ് സീസൺ ഹി വാസ് ഡൂയിങ് റിയലി വെൽ. അപ്പൊ ഒരാള് ഞാൻ കളി കണ്ടിട്ടുണ്ടായിരുന്നു. 3-2-2-3 ആണ് ഫോർമേഷനിൽ കളിക്കുന്നത് അറ്റാക്ക് ചെയ്യുമ്പോൾ. ഫുൾ ബാക്സിൽ ഒരാൾ ഇൻവേർട്ട് ചെയ്യുന്നത്. അപ്പോ റൈറ്റ് ബാക്ക് ഒരു സെന്റർ ബാക്കിന് തന്നെ ഇറക്കാനല്ലേ സാധ്യതയുള്ളത്? അതാണ് എനിക്ക് തോന്നുന്നത്. അതോ ന്യൂനസ് കളിക്കോ? ന്യൂനസ് അതായത് ബോൾ കാരിയർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ മൂപ്പരെ അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കളി കണ്ടപ്പോ ന്യൂനസ് ഇറങ്ങിയില്ലായിരുന്നു, പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഗ്വാർഡിയോള ആയിരുന്നു. അതായത് ഒരു സെന്റർ ബാക്ക് ആയിരുന്നു ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നത്. അപ്പോ അവര് ഇയാള് ഇൻവേർട്ട് ചെയ്യുമ്പോ ഇവര് 3 at the back കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ന്യൂനസ് ആൻഡ് നിക്കോ റൈലി പെയർ ശരിക്കും വർക്ക് ആവാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അവിടെ ഒരു കുസനോ പോലത്തെ ഒരു സെന്റർ ബാക്കിന് റാപ്പിഡ് ആയിട്ട് ഒരു RB ആൻഡ് CB കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറിനെ ഇറക്കുന്നല്ലേ നല്ലത്? അതെ, എനിക്ക് തോന്നുന്നു റൈറ്റ് ബാക്കില് കുസനോ വിൽ ഗെറ്റ് മോർ സ്റ്റാർട്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് ആ റൈറ്റ് സൈഡിൽ ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി കുസനോ എന്നുള്ളത്. കാരണം നിക്കോ റൈലി വിൽ പ്ലേ റിഗാർഡ്ലെസ്, ആൾ എന്തായാലും കളിക്കും, ഹി വിൽ ബി എ സ്റ്റാർട്ടർ. സോ അതുകൊണ്ടാണ് ഞങ്ങൾ റൈറ്റ് ബാക്കിനെ വാങ്ങാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് കുസനോ വെൻ ന്യൂനസ് ഇസ് ദേർ, നിക്കോന് റെസ്റ്റ് വേണ്ടപ്പോ എന്താ പറയുക, നേരെ തിരിച്ച് ഇൻവേർട്ട് ചെയ്താൽ മതി. ലൈക്ക് യു ക്യാൻ യൂസ് ദാറ്റ് ആസ് ഈ ഓവർലോഡ് ചെയ്യുന്ന പോലത്തെ ഫുൾ ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഓവർലാപ്പ് ചെയ്യുന്ന ഫുൾ ബാക്ക് ആയിട്ട് ന്യൂനസിന്. ആൻഡ് വി ക്യാൻ പ്ലേ ഗ്വാഡിയോളോ ഐറ്റ്നൂറി ക്യാൻ പ്ലേ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ടു. സോ ലൈക്ക് ഫോം ആൻഡ് ഡിഫൻസ് കളിക്കാൻ പറ്റും. സോ ഡിപ്പെൻസ് ഓൺ ദ ഓപ്പോസിഷൻ ഐ ഗെസ്. പക്ഷെ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഒറൈലി ഇൻവേർട്ടിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ആളുടെ ഗെയിം, ആളെ ലെസ്റ്ററിലും അതുപോലെ ഈവൻ റോമയിലുള്ളപ്പോഴും ചെൽസിയിലുള്ളപ്പോഴും ഒക്കെ ആളുടെ ഒരു ഒബ്സഷൻ ആണ് ഇൻവേർട്ട് ചെയ്യുന്ന ഫുൾ ബാക്സിനെ വെച്ചിട്ട്. ആക്ച്വലി ഡിഫൻസീവ് ഓപ്ഷൻസ് മൂപ്പർക്ക് പെർഫെക്റ്റ് ആണ്. ഫ്ലാറ്റ് 4 കളിക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് 4 കളിക്കാനുള്ള പ്ലേയേഴ്സും ഉണ്ട്, ബാക്ക് 3 കളിക്കുകയാണെങ്കിൽ ബാക്ക് 3 കളിക്കാനുള്ള പ്ലേയേഴ്സും ഉണ്ട്. ആക്ച്വലി ഞാൻ കളി കണ്ടപ്പോ എനിക്ക് തോന്നിയത് പഴയ ആ സാനെ സ്റ്റെർലിംഗ് ആ ഒരു എറ പോലെയാണ് തോന്നിയത്. വൈഡ് വിങ്ങേഴ്സും ടച്ച് ലൈൻ ഹഗ് ചെയ്ത് നിൽക്കുക, അവിടുന്ന് ഡ്രിബിൾ ചെയ്ത് അതായത് ഇപ്പോ വാട്ടായി എന്താ പറയാ, മറസ്കയുടെ കയ്യിൽ നിന്ന് ഒരു ഹാലൻഡിനെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പൊസിഷണൽ സ്ട്രിക്ട്നെസ് ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റോമിയെ നടക്കാൻ പറ്റില്ല ഗോഡിയോളയുടെ ടൈം പോലെ. മേ ബി ആ ബോക്സിനകത്ത് എന്തായാലും ഉണ്ടാവണം. കാരണം ഇവന്മാര് അവിടുന്ന് 1v1 ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയിട്ട് 1v1 വന്നിട്ട് ക്രോസ് ചെയ്യോ ഷൂട്ട് ചെയ്യോ എന്നറിയില്ല. അപ്പോ ആ ഒരു പൊസിഷനിൽ ആ മൂപ്പര് ഉണ്ടാവണം. മാർമൂഷ് ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കൂടെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ലൈക് ഡിഫൻസിന് അധികം പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് ഓപ്ഷണൽ വിങ് ബാക്സിനും എല്ലാവർക്കും ഇൻവേർട്ട് ചെയ്യാൻ പറ്റും. ന്യൂനസ് ഇൻവേർട്ട് ചെയ്യും, റിക്കോ ലൂയിസ് ഇൻവേർട്ട് ചെയ്യും, നിക്കോ ഒറൈലി ഉണ്ട്. ഇനിയിപ്പോ ഫ്ലാറ്റ് 4 കളിക്കുകയാണെങ്കിൽ ദേ ഹാവ് ഐറ്റ്നൂറി ഉണ്ട്. സോ ഓപ്ഷൻ ഫോർ ഡിഫൻസ് ആക്ച്വലി കിടലാണ്. നമ്മളിപ്പോ ജോൺ സ്റ്റോൺസ് പോയി എന്നല്ലാതെ ബാക്കിയുള്ള ഓപ്ഷൻസ് പുതിയ മാനേജറിന് അടിപൊളിയാണ്. ഗോഡിയോളയ്ക്ക് വേണമെങ്കിൽ ഇഷ്യൂ ഉണ്ടാവാം. സ്റ്റോൺസ് അല്ലെങ്കിൽ ലാസ്റ്റ് 2 years ഒക്കെ ആയിട്ട് ഹി വാസ് മോസ്റ്റ്ലി ഡ്രസ്സിംഗ് റൂം ഫിഗർ ആയത്. കാരണം ആളെപ്പോഴും ഇഞ്ചേർഡ് ആണല്ലോ. സോ ഐ തിങ്ക് ആ ട്രിപ്പിൾ സീസൺ കഴിഞ്ഞ ശേഷം ഹീസ് നെവർ പ്ലേഡ് മച്ച് അറ്റ് ഓൾ. ആ ട്രിപ്പിൾ സീസൺ വാസ് ബേസിക്കലി ഹിസ് ബെസ്റ്റ് സീസൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് അങ്ങനെ പറ്റുന്നില്ല, ബിക്കോസ് ഇസ് വെരി ഇഞ്ചുറി പ്രോൺ. അപ്പോൾ ആള് പോയതിൽ ആ ലീഡർഷിപ്പ് പോയി എന്നല്ലാണ്ട് ലൈക്ക് ആസ് എ പ്ലെയർ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ആള് കളിക്കില്ല. Actually, from what we discussed, forward line you need backups. Defense is kind of sorted. പക്ഷേ ഈ മിഡ്ഫീൽഡിൽ അസ്ഥാനത്ത് റോഡ്രി പോകുന്നതും ബെർണാഡോ സിൽവനെ പ്ലേയേഴ്സ് ഒക്കെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് യു വോണ്ട് ഫൈൻഡ് പ്ലേയേഴ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഇല്ല. ആ പ്രൊഫൈലിൽ കളിക്കുന്ന പ്ലേയേഴ്സ് വളരെ കുറവാണ്. ഫുട്ബോൾ ഡസന്റ് മേക്ക് ദോസ് കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് എനിമോർ. അതെ,
houses, they don't make it anymore. ഒക്കെ ഫുട്ബോളേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മൊറീനിയോയുടെ കീഴിൽ ഈ ക്യാൻ ബി എ ബിഗ് ഹിറ്റ് ഇൻ മാഡ്രിഡ്. ഇപ്പോഴേ പുള്ളി ഞാൻ പ്രീ സീസൺ ഗെയിം കണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ ഡിഫൻഡർ പാസ് ചെയ്യുന്ന പോലില്ല. ഡിഫൻഡറിന്റെ കാലിന്ന് ബോൾ എടുത്തോണ്ട് പോകുന്നു. അത്രയും ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്ത് വന്ന് അവൻ സിമ്പിളായിട്ട് തട്ടി കൊടുക്കാം, പക്ഷെ അവൻ കാലിന്റെ അവിടെ നിന്ന് വന്ന് എടുത്തോണ്ട് പോവാ. അത്രയും ഡീപ് പ്ലേയിങ് പ്ലെയർ ആയിട്ട് ബെർണാഡോ സിൽവ അത്രയും, അതായത് ആൾക്കാർ പറയുന്ന മോഡ്രിച്ചിന്റെ റോള് പെർഫെക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. He'll be more aggressive than Modric. അതാണ് അതെ which Mourinho will like also. Mourinhoക്ക് അതല്ലേ വേണ്ടത്. Will be very annoying to play against Madrid. എന്തായാലും ഞങ്ങൾക്ക് ആനുവൽ ആയിട്ട് കളിക്കാനുള്ളതാണ് അതിനായിട്ട്. ഈ ഇൻവേർട്ടഡ് ഫുൾ ബാക്സിന്റെ കേസ് പറഞ്ഞില്ല, അപ്പൊ വിത്ത് കീപ്പ് ചെയ്യണം മിക്കവാറും വിങ്ങേഴ്സ് തന്നെയല്ലേ. ഡൊക്കു ഇൻവേർട്ട് ചെയ്യണ ടൈപ്പ് വിങ്ങറാണ്. സെമന്യോ അതെ ഉള്ളിലേക്ക് റൺ മേക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോ അത് എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളതാണ്. അല്ല, സെമന്യോ സർപ്രൈസിംഗ്ലി ആള് ഈ പ്രീ സീസൺ കളികൾ എല്ലാവരും ഹീസ് ബീൻ പ്ലേയിങ് ലൈക്ക് വൈഡ് വിങ്ങർ ആയിട്ടാണ് കളിച്ചത്. ഹീസ് ബീൻ റിയലി ഗുഡ് ടു. ആള് 1v1 നന്നായി മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലെഫ്റ്റിലാണ് ആള് കളിക്കുന്നത്. അതാണ് ഇത് ഹീസ് പ്ലേയിങ് ഓൺ ദ ലെഫ്റ്റ്. സോ ഡോക്കു റൈറ്റിലോട്ട് കളിക്കും എന്നൊക്കെ അറിയില്ല. കാരണം ഡോക്കുവിനെ ഞങ്ങൾ വാങ്ങിയത് റൈറ്റ് വിങ്ങർ ആയിട്ടാണ്. ഹീ സ്റ്റാർട്ടഡ് പ്ലേയിങ് ആസ് എ ലെഫ്റ്റ്. കട്ടിങ് ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ. Yeah, so I think Doku will be on the right എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. So Doku will play on the right and Semenyo on the left ആയിരിക്കും. And they've been doing really. Dokuവിനെ എനിക്ക് അറിയില്ല, he's not played yet. പക്ഷെ Semenyo has been doing really well. So yeah. Yes, so basically new manager, probably a new midfield also അല്ലേ. ഇപ്പം റോഡ്രി പോയി കഴിഞ്ഞാൽ എൻസോ ബുവാദി, എലിയറ്റ് ആൻഡേഴ്സൺ, കംപ്ലീറ്റ്ലി ന്യൂ മിഡ്ഫീൽഡ് ആയിരിക്കും. എന്താണ് ലൈക്ക് നമുക്ക് എക്സ്പെക്ടേഷൻ ചോദിക്കണമെങ്കിൽ യു നീഡ് ടു നോ ദ സ്ക്വാഡ്. അത് ആയിട്ടില്ല. എൻസോ വരികയാണെങ്കിൽ എക്സ്പെക്ടേഷൻ മാറും. എൻസോയും ബുവാദിയും പ്രോബബ്ലി ഒരു വൈഡ് പ്ലെയർ, ആരെങ്കിലും ഒരു എക്സെപ്ഷണൽ വൈഡ് പ്ലെയർ വന്നാൽ വീണ്ടും എക്സ്പെക്ടേഷൻ മാറും. ബട്ട് ആസ് ഓഫ് നൗ വാട്ട് ഈസ് യുവർ what would be success ഈ സീസൺ? സക്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Success would be FA Cup, Carabao Cup. I want us to win them, like domestic cups രണ്ടും ജയിക്കണം. പിന്നെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ എനിക്ക് അറിയില്ല. We have to see what happens with the squad. പിന്നെ just be there like last season പോലെ തന്നെ give competition for Arsenal എന്നാണ് ഞാൻ പറയുന്നത്. I don't expect us to win, പക്ഷെ I won't be surprised if we win. Squad ഉണ്ട് ജയിക്കാനുള്ളതൊക്കെ, especially if you bring in these players. പിന്നെ വേറെ ഒന്ന് എനിക്ക് വേണ്ടത്, വി നീഡ് ടു ഗോ ഡീപ്പർ ഇൻ ദ ചാമ്പ്യൻസ് ലീഗ്. ജയിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല. ഈ റൗണ്ട് ഓഫ് 16 റൗണ്ട് ഓഫ് 32 ഔട്ടായി പോയി ബിക്കോസ് ദ സ്ക്വാഡ് വാസന്റ് ഗുഡ് ഇനഫ്. സോ അതുകൊണ്ട് തന്നെ വി വാണ്ട് ടു ഗോ ഡീപ്പർ ഇൻ ദ ചാമ്പ്യൻസ് ലീഗ്. ജയിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഐ ഡോണ്ട് എക്സ്പെക്ട് മറസ്ക ടു വിൻ എ ചാമ്പ്യൻസ് ലീഗ് ഇൻ ഹിസ് ഫസ്റ്റ് സീസൺ. സോ ഗെറ്റ് ടു എ സെമി ഫൈനൽ, പിന്നെ അവിടുന്ന് ഔട്ടാവോ എന്തോ, വാട്ട് എവർ ഹാപ്പൻസ്. ബട്ട് സോ ദാറ്റ് ഈസ് എ സക്സസ് ഫോർ മീ. ലൈക്ക് വി നീഡ് ടു മെയിൻറ്റെയിൻ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം, ഡ്രോപ്പ് ഓഫ് ചെയ്യാണ്ട്. If anything, improve from last season. Like last season was very unstable. Last outana was stable ayadu. So our stability maintain cheya league il, get deeper into the Champions League, win 2 cups. That will be a good start for him. Maraska. ഇപ്പോ സിറ്റിക്ക് ശരിക്കും ഇപ്പോ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് പെപ്പിന്റെ ആ ഇറയാണല്ലോ. ഇപ്പോ മോസ്റ്റ് ഓഫ് ദ മീൻസ് നമുക്കറിയാവുന്ന മോസ്റ്റ്ലി എല്ലാ സിറ്റി ഫാൻസും നല്ല പ്രൗഡ് മൊമെന്റ് ആയിട്ട് കണ്ടേക്കുന്ന ഒരു ഇറ. അവരെല്ലാരും മാച്ചും കണ്ടിട്ടും ഉണ്ടാവും, എല്ലാ സീസണും കണ്ടിട്ടും ഉണ്ടാവും. സിറ്റിയുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള കാലഘട്ടം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെപ്പ് പോയി കഴിഞ്ഞിട്ട് ഇനി ഒരാൾ വരുമ്പോ ആ ഒരു പ്രഷർ ഉണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ബിക്കോസ് ഇതിന്റെ ഒരു നൊസ്റ്റാൾജിയ തോന്നുന്നുണ്ട് ആള് പോയി എന്നുള്ളത്. പക്ഷെ I have seen like Pellegrini ടൈമിലും Mancini ടൈമിലും ഞാൻ കണ്ടിരുന്നു. So I'm okay with it. Like I don't think we will go back to that. Pellegrini ടൈമിലെ Pellegriniന്റെ last season was not at all good. I think we captured World Cup ജയിച്ചു against Liverpool. I think the penalty shootout ൽ എന്തല്ലോ. I think we won it we won the Capital One Cup ആ season. So എനിക്ക് അങ്ങനെ ഇഷ്യൂസ് തോന്നുന്നില്ല. But I just want Maresca to do well because basically I think they are just putting a placeholder for company to take over eventually. Possible. എന്താണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ലാസ്റ്റ് സീസൺ നമ്മൾ ലിവർപൂൾ കേസ് ആണെങ്കിൽ ആർനെ സ്ലോട്ട് വൺ ദ ലീഗ്,
but he dropped down when we finished 5th and he was sacked. So what is എത്രത്തോളം എത്ര ഒരു ലീവേ ഉണ്ട് എൻസോ മറസ്ക in case it goes south? In case it goes south, like like if he drop below the Champions League, he's gone. Champions League football, I think he's gone. And City from 2012 we have 2011 തൊട്ടിട്ട് we have not finished below third position. So ഒരു പ്രാവശ്യം ഫോർത്ത് ഫിനിഷ് ചെയ്തതാണ് ഫസ്റ്റ് സീസൺ ഓഫ് പെപ്പ്. അതല്ലാണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലാണ്ട് പോയിട്ടില്ല. So if we don't finish in the Champions League spots, I think he's sacked. And they will do everything to get company. പക്ഷെ ഒരു സീസൺ കൊടുക്കും അല്ലേ? എന്തായാലും he will have a season. Yeah, he will have a season. He will have a full season. And I don't expect him to finish below Champions League. I don't expect him to, because the players and it's impossible to do that. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ നോക്കുമ്പോ മാനേജേഴ്സും പുതിയ ടീം കോമ്പിനേഷൻസും പലതും നോക്കുമ്പോൾ എല്ലായിടത്തും പുതിയ ആൾക്കാരാ അപ്പാർട്ട് ഫ്രം ആർസണൽ. സോ നമുക്ക് ആർക്കും അറിയില്ല ഹൂ സെറ്റിൽസ് ഫസ്റ്റ്. ലൈക്ക് അവിടെ ഡിസർബി സ്പേഴ്സിന്റെ കൂടെ ഉണ്ട്, there is കാരിക്, there is ഇറയോള, there is ചാബി അലോൺസോ. അറിയില്ല, ഇതൊക്കെ പുതിയ ആൾക്കാരും പുതിയ മാനേജേഴ്സും. ടോപ്പ് 6 ആഴ്സണൽ അല്ലാണ്ട് ബാക്കി എല്ലാതും പുതിയതാണ്. അതെ, ഈവൻ ന്യൂകാസൽ is managers. ന്യൂകാസൽ, ക്രിസ്റ്റൽ പാലസ്, ബോൺമത്ത്, എല്ലാരും ലൈക്ക് ഫുൾഹാം അർബലോവ. അതെ, ഫുൾഹാം. ലീഗ് മൊത്തം ന്യൂകാസലിന് പ്ലേയേഴ്സിനെ വാങ്ങാൻ നോക്കിയിട്ട് അവസാനം കിട്ടിയത് ഒരു മാനേജറിനെ. പ്ലേയേഴ്സിനെ എപ്പോഴും കിട്ടിയിട്ടില്ല. അതൊക്കെ കയ്യിൽ നിന്ന് പോവാണ്. എന്തായാലും അഭിഷേകിന് ആക്ച്വലി സീസൺ സ്റ്റാർട്ട്സ് ദിസ് വീക്കെൻഡ്. കമ്മ്യൂണിറ്റി ഷീൽഡ് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും ഉള്ളതാണ്. കളിക്കുന്നവർക്ക്, ജയിക്കുന്നവർക്ക് അത് ട്രോഫിയാണ്, തോൽക്കുന്നവർക്ക് അത് ഫ്രണ്ട്ലിയാണ് എല്ലാ വർഷവും. ആർസണൽ ഫാൻസ് ഓൾറെഡി ഹൈപ്ഡ് അപ്പ് ആണ്. ഐ തിങ്ക് ഗ്യോക്കറേസ് അന്ന് വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞത് നോ സച്ച് തിങ് ആസ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞത് കേട്ടത് ഞാൻ. ഐ തിങ്ക് യൂറോപ്പില് ഐ തിങ്ക് ഈ ഒരു സൂപ്പർ കപ്പിന് കുറച്ച് ഇമ്പോർട്ടൻസ്. പക്ഷേ ഇംഗ്ലണ്ടിൽ ഇറ്റ്സ് നെയിംഡ് കമ്മ്യൂണിറ്റി ഷീൽഡ്, ചാരിറ്റി ഷീൽഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഹൗ ഫാർ വിൽ സി എ റെഡി ടീം? കാരണം ഹാലൻഡ് എന്തോ ഒരു ചെറിയ ഹീൽ ഇഞ്ചുറി എന്തോ ഞാൻ കേട്ടു. നമ്മൾ ആക്ച്വലി ഒരു PSG വേഴ്സസ് വില്ല സൂപ്പർ കപ്പിന്റെ പ്രിവ്യൂ ചെയ്യാൻ നോക്കിയിട്ട് ആരുമില്ല. അതായത് ലൈക്ക് മറ്റേ ആരാ, ആസ്റ്റൺ വില്ല, നമ്മുടെ യുണായ് എംറി കൈൻഡ് ഓഫ് ഗേവ് റെസ്റ്റ് ടു മാർട്ടിനേസ് ആൻഡ് വാട്കിൻസ് ആൻഡ് ഓൾ. So do you expect a team, the first game എന്ന രീതിയിൽ to put down a marker and go for it on Sunday? Maraskiന്റെ comments ഒക്കെ വെച്ചിട്ട് I think he will go for it. പക്ഷേ I think Haaland will play. വേറെ ആരും കളിക്കുന്ന എനിക്ക് Haaland will play. റോഡ്രി ഇന്ന് നാളെ തിരിച്ചു വരും, അല്ല ഇന്ന് ഫ്രൈഡേ അല്ല, ഇന്ന് തിരിച്ചു വരും എന്നാണ്. വന്നു. He's actually traveling. He's in Madrid with നിങ്ങളുടെ മറ്റേ ഇതിന്റെ കൂടെ, സ്ക്വാഡിന്റെ കൂടെ ഉണ്ട്. റയനെയർ ഫ്ലൈറ്റിലൊക്കെ വന്നു എന്ന് പറഞ്ഞു. അതെ. സോ എന്ത് സിമ്പിൾ ആണല്ലേ റോഡ്രി ഇതൊക്കെ. ആൾക്കൊന്നും അറിയണ്ട, അവിടെ ബാഴ്സലോണ അത് ബിഡ് ചെയ്യുന്നു, ഇങ്ങനെ ബിഡ് ചെയ്യുന്നു, ആളവിടെ സുഖമാണ്. ലൈക്ക് ഹീസ് ഡാൻസിങ് ആൻഡ് സ്റ്റഫ്. സോ back injury, I don't expect him to start anyways, but back injury കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിരിക്കും. I think he'll miss a couple of games even if he stays. So Kovacic will start. I think Kovacic will start, Anderson will start, Cherki hopefully will start. So yeah, Kandana, I think he will go strong. Maraska Valda first game, the first official game anyways, like pre-season excluding. So he will go strong. ജയിക്കില്ല, I don't necessarily care. I just want to see. ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ ഈ മെയിൻ പ്ലേയേഴ്സിനെ വെച്ചിട്ട് how will he play എന്നുള്ളത്. I don't necessarily care that much ഈ കമ്മ്യൂണിറ്റി ഷീൽഡിന്റെ കാര്യത്തിൽ. പിന്നെ ഒരു കേഴ്സ് ഉണ്ടല്ലോ, ജയിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. കിട്ടാണ്ടിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് തിങ് ടു ഹാവ് അഗെയിൻസ്റ്റ് ആർസണൽ. അവരെ അങ്ങനെ ഓർക്കുമ്പോ ഡേവിഡ് മോയ്സിന് ഓർമ്മ വരുന്നു. ഫസ്റ്റ് ട്രോഫി ആ ഒരു ഫീലിംഗ് ആണല്ലേ, ലൈക്ക് when a big stalwart of a manager leaves, ആ വാക്യൂം എന്ന് പറയുന്നത് ഫാൻസിനും. ഞങ്ങള് കഴിഞ്ഞ 6 മാസം ഫസ്റ്റ് 8-9 months നമ്മൾക്ക് മാനേജർ വായില് സ്ലോട്ട് വരില്ല, ക്ലോപ്പേ വരുള്ളൂ. എനിക്ക് ഈവൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പെപ്പിന്റെ ലൈനപ്പ് ഇങ്ങനെ getting used to കുറച്ച് ടൈം എടുക്കും, പക്ഷെ ഇപ്പോ ഓക്കെ വരുന്നുണ്ട്. കണ്ടിരുന്നോ മൊറീനിയോയുടെ ഡോക്യുമെന്ററി? കണ്ടിരുന്നോ? അത് കണ്ടേന്ന്. ആള് നമ്മുടെ ഹീസ് യൂഷ്വൽ പെറ്റിനെസ് ആണല്ലോ, സബാറ്റിക്കൽ എടുക്കുന്നത്.
പുള്ളി പിന്നെ പുള്ളി ഈ ഡോക്യുമെന്ററി പ്രിപ്പയർ ചെയ്ത് തന്നെ മെഡ്രിഡിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ്. ലൈക്ക് ഐ ആം ദ ഓൾഡ് അല്ലെ, ഒരു അങ്ങനത്തെ ഒരാൾ ഞാൻ മാറിയിട്ടില്ല. എക്സ് ബാഴ്സലോണ ആളെ ഒന്ന് ഊക്കുക, കുറച്ച് എന്താ പറയാ ഫേവററ്റിസം കിട്ടുക ഫാൻസിന്റെ ഭാഗത്തുനിന്ന്. സ്റ്റിൽ ദ സ്പെഷ്യൽ വൺ. സോ whatever. ക്യാരക്ടറാണ് whatever you say. എനിക്ക് അതാണ് ശരിക്കും what I miss in Premier League this season is there is no Guardiola, there is no Klopp, there is no അല്ലെ നമ്മുടെ എനിക്ക് തോന്നുന്നു ലീഗ് ഞാൻ കാണാൻ തുടങ്ങിയത് തൊട്ട് there was always Ferguson, Wenger, Mourinho, you had Guardiola, you had Klopp. ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ സീസണിൽ നോക്കുമ്പോൾ എല്ലാവരും കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇന്റർവ്യൂവിനും മറ്റേ പ്രീ മാച്ചിന് മുമ്പ് എല്ലാവരും മറ്റൊരു നല്ലത് പറയുന്നു പോകുന്നു. ഒരു ഫയർ, ഒരു റൈവൽറിയിലെ ഫയർ ഇതുവരെ വന്നിട്ടില്ല. ഐ ഹോപ്പ് അതെ I hope Xabi, or I don't think Iraola has that. I don't think Xabi would do it. Illa, I don't think anybody is there to as a character to challenge Arteta, to ruffle his feathers. No, if it was someone like that, he would have told something. Even Guardiola would have said something to the point that winning once is, you can win it once, but it's win it next season it doesn't matter. എന്തെങ്കിലും ഒരു സ്പൈസ് ഒന്നുമില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ച് പോയി. എനിവേ വെങ്കറിനെ എങ്ങനെ ചൊറിയണത്, മൊറീനെ ചൊറിയണത്. അല്ല, ഞാൻ ആക്ച്വലി ഐ വാസ് റീഡിങ് Arteta's statement about Enzo. വായിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് സോ ഗ്ലോറിയസ്. എന്റെ അമ്മ നല്ല ആളാണ്, അതാണ് ഇതാണ്, ഞങ്ങൾ ഇതാണ് അതാണ്. എനിവേ I mean, yeah, they work together, but again, Guardiola and Mourinho also work together, so it doesn't matter that they work together. Yes, anyway, thank you so much, Abhishek, for coming. Nan War Room, ningal viewers War Room ana Abhishek's channel, they have regular live streams and discussions. Endana top 4 predictions as of now. ഞാൻ ചോദിക്കാത്തത് അക്ഷയ് വീണ്ടും വരും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ്. ഈ ഒരു വിൻഡോ കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പറ്റൂ. അവർക്ക് ഈ സ്ക്വാഡ് ബിൽഡ് എന്നുള്ള ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ലിവർപൂൾ സീസൺ മൊത്തം റിയോ എങ്കുമോഹനെയും മൂനോസിനെ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെയാണ് അവരുടെ കാര്യം. റോഡ്രി പോയി, എൻസോ വന്നില്ല, നിക്കോ ഗൊൻസാലേസ് ആണ് കളിക്കുന്നത് എങ്കിൽ യു കാൻ. എന്നാലും എന്താണ് സ്വരൂപ് ചോദിച്ചിരിക്കും, വാട്ട്സ് യുവർ ടോപ്പ്? I think we'll finish second. I think City will be second, Arsenal will win the league. I think United, I think ഇവന്മാർ ആരും സൈൻ ചെയ്തിട്ടില്ലല്ലോ. ടീലമെൻസും മൈനുവിനെ വെച്ച് റൺ ചെയ്യാണെന്നുണ്ടെങ്കിൽ they will fight with Europe അതാണ് മെയിൻ. with Europe അതാണ്. I think they will realize it the hard way. അപ്പോൾ I don't think United top 4 ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. Chelsea will finish and Liverpool will finish in top 4. What is the take on Spurs? എല്ലാരും വേണം അവർക്ക്. സോ ഇത്രയും കാലം ചെലവാക്കാത്തതൊക്കെ ചെലവാക്കി. അതെ, ഇത്ര കാലം ലെവി ജയിലില് കൂട്ടി വെച്ചിരുന്ന ലെവി സേവ് ചെയ്ത് വെച്ചത് മൊത്തം പൊളിച്ചെടുക്കുന്നുണ്ട് അവര്. എല്ലാ സീസണും ആർട്ടിക്കിൾ വരും, ബെസ്റ്റ് റൺ ക്ലബ് ഇൻ ടേംസ് ഓഫ് ബിസിനസ് ആൻഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ട്. ആ പൈസ എല്ലായിടത്തും ചെലവാക്കിയിട്ടുണ്ട്. ഇതിനൊരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല. either it will work really well and they will finish in top 5 top 4 ഫിനിഷ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ ചിലപ്പോൾ ലാസ്റ്റ് സീസൺ പോലെ തന്നെ ഓൾമോസ്റ്റ് റിലേഗേറ്റ് ആയി പോകും. സോ കാരണം മത്തേസ് ഫെർണാണ്ടസ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് റിലേഗേറ്റിംഗ് ട്വൈസ്. അവിടുന്ന് അടുത്ത ചോദ്യം ഫസ്റ്റ് സാക്ക് ചെയ്യാൻ പോണ മാനേജർ കാരക്. ഇതാണ് ഞങ്ങൾ ആദ്യം എക്സ്പെക്ട് ചെയ്ത് ക്രിസ് പറഞ്ഞ പെപ് ഗോർഡിയോള പറഞ്ഞ സാധനം. എന്തെങ്കിലൊക്കെ ഒരു റൈവൽറി അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയൊന്നും പറയാൻ അവിടെ ആരും ഇല്ല. അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. Yes, I really hope Abhishek will see you more in our podcast. Namukku the season free anengil definitely you have to come. Abhishek in a page I'm repeating War Room, ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. Do follow for City. നിങ്ങളുടെ കൂടെ ചെയ്യുന്ന ചെൽസി ഫാൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഫവാസ് ചെൽസി. Yes, ചെൽസി ഫാൻ ആണ്. So Chelsea and City blue cartel. Yes. Please do follow his page. Thank you so much.
വിൻഡോ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഒരു സ്ക്വാഡ് അസസ്മെന്റ് നമുക്ക് ചെയ്യാം. എൻസോ ഫെർണാണ്ടസ് വരട്ടെ. വന്നാലേ രസമുള്ളൂ. കാരണം അവിടെ കളിക്കണ്ട ചെൽസിയിൽ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കളിക്കാൻ. അവിടെ എവിടെ കളിക്കും? അല്ല, അവരുടെ ഫോർമേഷനിൽ കളിക്കുന്നതല്ല. ഫോർമേഷനിലെ ആളുകളുടെ പ്ലാൻസിൽ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. Let's see. Anyway, thank you so much, Abhishek. We'll see you soon next time. Yeah, sure.